السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, BA അഫ്ദൽ ഉലമ തേർഡ് സെമിസ്റ്ററിൻ്റെ എലമെൻറ്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള അക്കാമുൽ ഇഷാറ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എജുപീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ചില ബാക്കി ഭാഗം കൂടിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാരിഫയുടെ വിവിധ അഖ്സാമുകൾ ചർച്ച ചെയ്തിരുന്നു. അഖ്സാമുൽ മാരിഫ് എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ വിവിധ തരത്തിലുള്ള ദമീറുകൾ, പിന്നെ ഇഷാറത്തിൻ്റെ ഇസ്മുകൾ, മൗസൂലകൾ, മുഅറഫ് ബി അലിഫി എല്ലാം അങ്ങനെ തുടങ്ങി കുറേ മാരിഫയുടെ വിവിധ ഐറ്റങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഓരോന്നോരോന്നിങ്ങനെ വേർതിരിച്ച് നമ്മളൊന്ന് ഡീറ്റെയിലായ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെ തന്നെ നമ്മൾ ആലമിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ മാരിഫയുടെ അഖ്സാമിൽപ്പെട്ട ഇഷാറത്തിൻ്റെ ഇസ്മിനെ കൊണ്ടാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിതിൽ കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റെഫർ ചെയ്തിട്ട് അങ്ങനെ തയ്യാറാക്കിയ നോട്ട്സുകൾ പ്രകാരമാണ് ക്ലാസ് എടുക്കുക. പക്ഷേ അതിൻ്റെ മുമ്പ് ആദ്യം നമ്മളൊന്ന് സ്റ്റഡി മെറ്റീരിയലുള്ള പാഠഭാഗങ്ങളിലൊന്ന് കണ്ണോടിച്ചതിൻ്റെ ശേഷമാണ് നോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി, സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയുന്ന സംഗതികൾ തന്നെയാണ് ഇതിലുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്ന ദീസ്, ദാറ്റ്, ദീസ്, ദോസ് തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് തന്നെയാണ് സത്യത്തിൽ നമ്മൾ അറബിയിൽ ഇഷാറത്തിൻ്റെ ഇസ്മുകൾ എന്നൊക്കെ പഠിച്ചിട്ട് ആദ അല്ലെങ്കിൽ ദാലിക്ക തുടങ്ങി ഒക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ഇഷാറാത്തിൻ്റെ ഇസ്മുകൾ സെയിം തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദാറ്റ്സ് യുവർ കാർ, അത് നിങ്ങളുടെ കാറാകുന്നു. ദിസ് ഇസ് മൈ ബുക്ക്, ഇതെൻ്റെ ബുക്കാകുന്നു എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ. ഇത് തന്നെയാണ് നമ്മൾ അറബിയിലും പ്രയോഗിക്കുന്നത്. അറബിയിലാകുമ്പോൾ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും? ഹാദ എന്ന് ഉപയോഗിക്കും. ഹാദ ഹുവ കിതാബി എന്ന് പറയും, അല്ലെങ്കിൽ തിൽക്ക ഹിയ സയ്യാറത്തുക്ക എന്ന് പറയും. ഇതന്നെ സംഭവം എന്ത്? അറബിയിലെ ഇഷാറത്തിൻ്റെ ഇസ്മുകൾ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇഷാറത്തിൻ്റെ ഇസ്മുകൾ പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഖായിദയിലേക്ക് വരുമ്പോൾ ഖായിദയിലേക്ക് വരുന്നതിന് മുമ്പ് ഇഷാറത്തിൻ്റെ ഇസ്മുകൾ ഏതൊക്കെയാണെന്ന് ചെറിയ രൂപത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒന്നും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള ഇഷാറത്തിൻ്റെ ഇസ്മുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. നോക്കൂ. അപ്പോൾ ദാലിക്ക സാധാരണ ബൈദിന്, ദൂരെയുള്ള ഒരാളെക്കുറിച്ച് അറിയിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. നമ്മൾ ദാറ്റ് എന്ന് പ്രയോഗിക്കുന്ന പോലെയുള്ള അകലെയുള്ള ഒന്നിനെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദാലിക്ക. അത് പെണ്ണാണെങ്കിലും ദാലിക്ക തന്നെയാണ് ഉപയോഗിക്കുക. അകലെയുള്ള രണ്ടു പേരിലേക്ക് സൂചിപ്പിക്കാനാണ് ദാലിക്കുമാ എന്ന് പ്രയോഗിക്കാറുള്ളത്. പല പേരിലേക്കാണെങ്കിൽ ദാലിക്കും എന്ന് പറയും. പല സ്ത്രീകളാണെങ്കിൽ ദാലിക്കുന്ന എന്ന് പറയും. ഇങ്ങനെ ഇത്രയും ഇഷാറാത്തിൻ്റെ ഇസ്മുകൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതുമായി ഇഷാറത്തിൻ്റെ ഇസ്മുകൾ എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങളാണ്. നോക്കൂ. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ, കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു അതിൻ്റെ സഹായത്തോടു കൂടെ ഒരു മുഅയ്യനായ ഒരു നിർണിതമായ ഒരു വ്യക്തിയെ അയാളിലേക്ക് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അയാളിലേക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെയാണ് നമ്മൾ ഈ പ്രോനൗണുകളൊക്കെ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ലഫ്ലുകളൊക്കെ താഴെ ബഹ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ പറയുന്നത് കാണാം. അറഫ്ത ഫീമ മല അന്ന ഇസ്മുൽ ഇഷാറത്തി യദുല്ലു അല മുഅയ്യനിൻ ബിമഉനത്തി ഇഷാറത്തിൻ ഹിസ്സിയായ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഇഷാറത്തുകൾ കൊണ്ട് അതിൻ്റെ സഹായത്തോടു കൂടെ ഒരു മുഅയ്യനായ വ്യക്തിയുടെ മേൽ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാധാരണ ഇസ്മുൽ ഇഷാറ എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലഫ്ലുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദ എന്ന് പറയുന്നത് വാഹിദിൽക്കാണ്, അഥവാ ഹാദ എന്ന് നമ്മൾ പ്രയോഗിക്കാറുള്ളത് ഒരു പുരുഷനിൽ, ഒരൊറ്റ പുരുഷൻ്റെ മേൽ അറിയിക്കാനാണ്. ഇപ്പോൾ ഹാദ വാലിദി, ഇതെൻ്റെ പിതാവാണ് എന്നൊക്കെ പറയുമ്പോൾ ഹാദ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാദി, ഹാത്തി, ദി, തി, ദിഹി തുടങ്ങിയൊക്കെ വായത്തിനോട് ഉപയോഗിക്കുന്നതാണ്. വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ്
സാധാരണ നമ്മൾ ഉപയോഗിക്കൽ ഈ ഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോഗിക്കാറുള്ളത്. ഒറ്റ പെണ്ണാകുമ്പോൾ ദിഹി എന്ന് പറയും, അല്ലെങ്കിൽ തി അല്ലെങ്കിൽ ദി എന്ന് ഉപയോഗിച്ചാലൊക്കെ ഇതേ അർത്ഥം തന്നെയാണ് കിട്ടുക. അപ്പോൾ ഹാദിഹി തിൽമീദത്തി, ഇതെൻ്റെ വിദ്യാർത്ഥിനിയാണ് അല്ലെങ്കിൽ എൻ്റെ ശിഷ്യയാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഹാദിഹി എന്ന് ഉപയോഗിക്കാറുണ്ട് ഒറ്റ പെണ്ണാണ് എങ്കിൽ കേട്ടോ. ഇനി അതേ പ്രകാരം തന്നെ എന്താണ് ദാനിലിസ്നി, രണ്ടുപേരാണുള്ളത് എങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ദാനിയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇഷാറത്തിൻ്റെ ഈ ഇസ്മുകൾ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു തെമ്പീഹിൻ്റെ ഹാവ് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്താവും, ദാനികൾ ഹാദാനിയാകും. അപ്പോൾ ഹാദാനി, ഇപ്പോൾ ഉദാഹരണം പറയാം, ഹാദാനി മുദരിസാനി, ഈ രണ്ടാളുകൾ അധ്യാപകന്മാരാണ്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ രണ്ട് പുരുഷന്മാരിലേക്ക് സൂചിപ്പിക്കാനാണ് ദാനി ഉപയോഗിക്കാറുള്ളത്. താനി രണ്ട് സ്ത്രീകളിലേക്ക് ഉപയോഗിക്കാനുള്ളത്, രണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ. അപ്പോൾ ഹാത്താനി തൊബീബത്താനി, ഇത് രണ്ട് ഡോക്ടേഴ്സാണ്. രണ്ട് സ്ത്രീകളെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാത്താനി തൊബീബത്താനി എന്ന് പറയാം. അപ്പോൾ ഇസ്നത്തൈനെ സൂചിപ്പിക്കാൻ അഥവാ രണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കാൻ ഇഷാറത്തിൻ്റെ ഇസ്മ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ താനിയാണ് ഉപയോഗിക്കുക, അഥവാ നമ്മളതിൻ്റെ കൂടെ ഹാ കൂടി കൂട്ടിച്ചേർത്തിട്ട് ഹാത്താനി എന്നാണ് പറയാറുള്ളത്. അതുപോലെ ഉലായിലിൽ ജമ്മി മുത്തലക്കൻ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉലായിക്ക എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. ഈ ഉലായിക്ക ജമ്മിന് ഉപയോഗിക്കാറുള്ളതാണ്. അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഉലായിക്ക ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അറിയും എന്ത്, ഉലായിക്ക ആബായി, ഇവരെൻ്റെ പിതാക്കന്മാരാണ്, അല്ലെങ്കിൽ ഉലായിക്ക വാലിദാത്തി, ഇവൻ്റെ മാതാക്കളാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഉലായിക്ക ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഈ പിന്നെ ഇഷാറത്തിൻ്റെ ഇസ്മുകളായി ഉപയോഗിക്കുന്ന ചില അൽഫാദുകൾ. പിന്നെ പറയുന്നത് തുമ്പ ഇന്നൊക്കെ താരിഫു അയലൻ ഇന്ന ഇസ്മൽ ഇഷാറത്തി തസ്ബിഖുഹു ഹാവുൻ തുസമ്മ ഹാവു തെമ്പി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ ഇഷാറത്തിൻ്റെ ഇസ്മുകളുടെ മുമ്പിൽ നമ്മളൊരു തെമ്പീഹിൻ്റെ ഹാവ് ചേർക്കും, അത് കൂട്ടിയിട്ടാണ് നമ്മളിവിടെയൊക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞു ഹാദിഹി എന്നാണ് പറയുക, ഇവിടെ പറഞ്ഞു ഹാദാനി എന്നാണ് പറയുക, ഇവിടെ ഹാത്താനി എന്നാണ് പറയുക. അങ്ങനെ ഒരു ഹാവ് കൂട്ടിയിട്ടാണ് അതിനെ പ്രയോഗിക്കാറുള്ളത്. ഒക്കെ തത്തസുലു ബിഹി ലാമുൻ വ കാഫുൻ, ചിലപ്പോൾ ഇതിനോടൊക്കെ കൂടെ എന്നും ചേരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ലാമും കാഫും വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ദാലിക്കൻ്റെ വിഷയം പറഞ്ഞു കൊടുത്ത് ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് പിന്നെ ചില സന്ദർഭങ്ങളിൽ ദാലിക്ക എന്നാണ് പ്രയോഗിക്കുക. അപ്പോൾ അവിടെ ലാമും കാഫുമാണ് വരാറുള്ളത്. അപ്പോൾ ഓരോ സന്ദർഭം അനുസരിച്ചാണ് അത് ഉണ്ടാവുക, തിരിച്ചും മറിച്ചൊക്കെ വരുന്നർത്ഥം. അപ്പം അമ്മൽ ലാമു ഫലി ദലാലത്തല ബുഅദിൽ മുഷാരിലഹി, എപ്പോഴും ലാമു വരാറുള്ളത് പിന്നെ അകലെയുള്ളതിനെ സൂചിപ്പിക്കാനാണ്. ഇപ്പോൾ ദാലിക്കയിലെ ലാമു ഒക്കെ അകലെ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അമ്മൽ കാഫു ഫഹർഫു ഖിതാബിൻ, അപ്പോൾ കാഫ് അവിടെ വരുന്നത് ഖിതാബിൻ്റെ അർഫാണ്. അഥവാ നമ്മൾ ഒരാളെ സംബോധന ചെയ്യുമ്പോൾ നേരെ മുമ്പിലുള്ള സംബോധകൻ അയാളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാഫ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഖിതാബിനെ അനുസരിച്ച്, അഥവാ നമ്മൾ മുമ്പിലുള്ള ആളുടെ അനുസരിച്ച് അതിങ്ങനെ മാറി മാറി വരും ഈ കാഫിൻ്റെ വിഷയത്തിൽ. നമ്മൾ ശേഷം പറയാൻ പോകുന്നുണ്ട്. ഒരൊറ്റ ആളാണ് എങ്കിൽ ദാലിക്ക എന്നാണ് പറയുക, പെണ്ണാണെങ്കിൽ ദാലിക്കി എന്നാവും. പിന്നെ എന്താണ്, അതുപോലെ തിൽക്ക എന്നാവും, അതുപോലെ ദാലിക്ക എന്നുള്ളത് ദാലിക്കി എന്നാവും ചില സന്ദർഭങ്ങളിൽ. അതുപോലെ പിന്നെ രണ്ട് ആണുങ്ങളോടാകുമ്പോൾ ദാലിക്കും. അങ്ങനെ ഖിതാബ് അനുസരിച്ച് ഇങ്ങനെ ഈ കാഫ് മാറി മാറി വരും, നമ്മൾ ചർച്ച ചെയ്യാൻ വരുന്നുണ്ട്. വലിയ മാരിഫത്തി അഹ്കാമി ആദിൽ കാഫി യജിബു അൻ ദുർസ അൽ അംസലിത സാബിഖ, നമ്മൾ ഈ അഹ്കാമുകൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കണം. ഉദാഹരണങ്ങൾ നേരത്തെ മുകളിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി, ഞാൻ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് 1, 2, 3, 4, 5 ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ദാലിക്ക അൽ ബുസ്താനു ജമീലുൻ യാ അലിയു, അവിടെ കണ്ടല്ലോ. ആ തോട്ടം അല്ലെങ്കിൽ ആ ഒരു ഗാർഡൻ അത് വളരെ ബ്യൂട്ടിഫുള്ളാണ് അലിയെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മളവിടെ മുഖാത്തബ് അവിടെ കാണിച്ചിട്ടുണ്ട്, അലി എന്ന് പറയുന്ന ഒരാണാണ് അവിടെ മുഖാത്തബ്. അപ്പോൾ ഇഷാറത്തിൻ്റെ ഇസ്മും നമ്മൾ അതിനോട് സ്യൂട്ടബിൾ ആവുന്ന രൂപത്തിൽ ദാലിക്ക എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, കാരണം ഒരൊറ്റ ആണേ ഉള്ളൂ. മനസ്സിലായല്ലോ. അതാണ് ലി അന്നക ഇദാ ഫഅൽത റഅയ്തൽ മുഷാറ ഇലൈഹി ഫിഹാ ഹുവൽ ബുസ്താനു, ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മുഷാർ ഇലൈഹി ആരിലേക്കാണോ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ ഇഷാറത്ത് ചെയ്യുന്നതാണ് മുഷാർ ഇലൈഹി. മുഷാർ ഇലൈഹി ഇപ്പോൾ ഇവിടെ എന്താണ്, എന്തിലേക്കാണോ നമ്മൾ ഇഷാറത്ത് ചെയ്യപ്പെടുന്നതാണെന്ന് മുഷാർ ഇലൈഹി. ഇപ്പോൾ മുഷാർ ഇലൈഹി ഇവിടെ ബുസ്താനാണെന്ന് കാണാം. നമ്മളിപ്പോൾ പിന്നെ ഈ കാണുന്ന ഗാർഡൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ആ ബുസ്താൻ എന്ന് പറയുന്ന അവിടെയാണ് അവിടുത്തെ മുഷാർ ഇലൈഹി. അപ്പോൾ മുഷാർ ഇലൈഹി അവിടെ കാണാം എന്താണ്, ലിദാലി ഖാൻ ഇസ്മുൽ ഇഷാറത്ത് മുഫ്രദൻ മുദക്കറൻ ഫി ജമീൽ അംസില. അപ്പോൾ എല്ലായിടത്തും നമ്മൾ നോക്കുമ്പോൾ മുഷാർ ഇലൈഹി ബുസ്താൻ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്മുൽ ഇഷാറത്ത് മുഫ്രദ് മുദക്കർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വറൈത്ത അന്നൽ മുഖാത്തബ യഖ്തലിഫു ഫിൽ അംസില. പക്ഷേ എന്തുണ്ട്, ദാലിക്ക ബുസ്താൻ എന്ന് പറയുന്നത് പിന്നെ എന്തായതുകൊണ്ട്
പിന്നെ മുഫ്രദ് മുദക്കർ ആയതുകൊണ്ട് എല്ലായിടത്തും ദാലിക്കയുടെ പ്രയോഗങ്ങൾ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മളതിന് തിൽക്കാന്നോ മറ്റോ മാറ്റിയിട്ടില്ല. കാരണം ബുസ്താൻ എന്നുള്ള മുഫ്രദാണ് മുദക്കറാണ്, അതുകൊണ്ട് എല്ലായിടത്തും ദാലിക്ക തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഖിതാബ് മാറി മാറി വരുന്നുണ്ട് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചല്ലോ, അതിൻ്റെ അവസാന ഭാഗത്ത് മുഖാത്തബ് വരുന്നിടത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ മുഖാത്തബ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ ആരോടാണ് നമ്മൾ സംബോധന നടത്തുന്നത് അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് ആണിനോട് അലിയോടാണ്, ഒരു സ്ഥലത്ത് ഫാത്തിമയോടാണ്, ഒരു സ്ഥലത്ത് എൻ്റെ രണ്ട് ആണുങ്ങളോടാണ്, ഒരു സ്ഥലത്ത് പല ആണുങ്ങളോടാണ്, ഒരു സ്ഥലത്ത് പല സ്ത്രീകളോടാണ്. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മുഷാറിയിലെ ഈ നോക്കുക എല്ലാം ഒന്നാണ്, ബുസ്താൻ എന്നുള്ളതാണ്. ഈ ബുസ്താൻ എന്നുള്ളതാകട്ടെ മുഫ്രദാണ് താനും, പിന്നെ മുദക്കറാണ് താനും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ ദാലിക്ക പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ദാലിക്ക അല്ലാതെ വേറെയും കുറേ ഷാർത്ത് മൂന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. ദാലിക്ക, തിൽക്ക, പിന്നെ ദാനിക്ക, താനിക്ക, അങ്ങനെയൊക്കെ പല ഐറ്റംസ് നമ്മൾ പഠിച്ചല്ലോ. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഈ ദാലിക്ക മാത്രം പ്രയോഗിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദാലിക്ക ഇവിടെ കൊടുത്ത എല്ലാം എന്താണ്, പിന്നെ ബുസ്താൻ എന്ന് പറയുന്ന ഒരു മുഫ്രദ് മുദക്കറാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും ദാലിക്ക ഉപയോഗിച്ചത്. ഈ ദാലിക്കയുടെ അവസാന ഭാഗത്ത് മാറ്റങ്ങൾ വരുന്നില്ലേ എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അതിനുള്ള മറുപടിയാണ് നമ്മൾ പറഞ്ഞത്. ഈ അവസാന ഭാഗത്ത് ക, കുമ, കും, കുന്ന എന്നൊക്കെ വരാൻ കാരണം ഇവിടുത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള പിന്നെ ഖിതാബുകൾക്കനുസരിച്ചാണ് ആ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ ആണാവുമ്പോൾ ദാലിക്കാന്നാവും, അവിടെ പെണ്ണാവുമ്പോൾ ദാലിക്ക്, അവിടെ പിന്നെ രണ്ട് പുരുഷന്മാരാകുമ്പോൾ ദാലിക്കുമ, അവിടെ ജമ്മാകുമ്പോൾ ദാലിക്കും, ഇങ്ങനെ മാറി വരുന്നുണ്ട്. അതാണ് നമ്മൾ താഴെ വിശദീകരിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു എന്ത്, മുഷാറയിലേക്ക് നോക്കിയാൽ അതെല്ലാം ബുസ്താനാണെന്ന് നിനക്ക് കാണാൻ പറ്റും. അതേസമയം പിന്നെ വറഅയ്ത അന്നൽ മുഖാത്തബ യഖ്തലിഫു ബിൽ അംസില, മുഖാത്തബ് ഇങ്ങനെ ഉദാഹരണങ്ങളിൽ മാറി മാറി വരുന്നുണ്ട്. തദ്കിറൻ മുതഅനീസ, മുദക്കറായും മുഅന്നസായും, വൈഫ്രാദൻ മുതസ്നിയതൻ മുജമ്മഅൻ, മുഫ്രദായിട്ടും മുസന്നയായിട്ടും ജമ്മായിട്ടൊക്കെ വരുന്നുണ്ട്. വഇദാ തഅമ്മൽതൽ കാഫൽ മുത്തസിലത ബിസ്മിൽ ഇഷാറത്തി റഅയ്തഹാ തുതാബിഖുൽ മുഖാത്തബ ഫി അഹ്വാലിഹി മിനൈസു തദ്കീറു വത്തഅനീസു വൽ അദദു. ഇതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. ഇവിടെ എന്ത് കാണുന്നുണ്ട്, ഈ ദാലിക്ക എന്ന് പറയുന്നതിലെ കാഫിലെ നമ്മൾ ഇസ്മുൽ ഇഷാറത്തിനോട് ചേർന്ന് നിൽക്കുന്ന ദാലിക്കയിലെ കാഫ്, ആ കാഫ് റഅയ്തഹ അതിനെ നീ കാണുന്നുണ്ട്, തുതാബിഖുൽ മുഖാത്തബ മുഖാത്തബിനോട് യോജിക്കുന്നത് കാണുന്നുണ്ട്. മുഖാത്തബിന് അവസാന ഭാഗത്ത് യാ അലി, യാ ഫാത്തിമ, യാ അഖവയ്യ എന്ന് പറയുന്ന ആ ഭാഗം. അപ്പോൾ അതിനോട് അവിടെ മുഫ്രദാണെങ്കിൽ അല്ലെങ്കിൽ മുദക്കറാണെങ്കിൽ അതേ പ്രകാരം ഈ കാഫിലും മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലഫി അഹ്വാലി മിന തദ്കീർ വ തഅനീസ്, മുദക്കറാവുക മുഅന്നസാവുക എന്നതിനനുസരിച്ച്. കാരണം ഫാത്തിമ എന്നായപ്പോൾ അവിടെ ദാലിക്കീന്നായി, മനസ്സിലായോ? അവിടെ കിതാബിൽ എഴുതിയോട്ട് ദാലിക്കാന്ന് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്, അത് തെറ്റാണ്, ദാലിക്കീന്നാണ് വരിക. അതുപോലെ അഖവയ്യ എന്നുള്ളത് ദാലിക്കുമ, അങ്ങനെ അതതിൻ്റെ അനുസരിച്ചും മാറി മാറി വരുന്നുണ്ട്. അമിൻ ദാലിക തസ്തതിഉ അൻ തസ്തംബിത അന്ന ഇസ്മൽ ഇഷാറത്തി യുതാബിഖുൽ മുഷാറ ഇലൈഹി വഅന്നൽ കാഫ തുതാബിഖുൽ മുഖാത്തബ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും ഇസ്മുൽ ഇഷാറത്ത് എപ്പോഴും എന്ത് ചെയ്യും, മുഷാറയിലെയോട് മുതാബക്കായിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം അതാണ്. കാരണം എല്ലായിടത്തും നമ്മൾ ദാലിക്ക മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, തിൽക്ക ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബുസ്താൻ എന്ന് പറയുന്നത് അഥവാ മുഷാറയിലെയോടെ ബുസ്താനാണല്ലോ, മുഷാറയിലെയോട് എന്ത് ചെയ്യുന്നുണ്ട്, മുതാബിക്കാണ് ഇസ്മുൽ ഇഷാറത്ത്. കാരണം എല്ലാ മുഷാറയിലെയും ബുസ്താൻ ആയതുകൊണ്ട്, ബുസ്താൻ ആവട്ടെ മുദക്കറാണ് മുഫ്രദും ആയതുകൊണ്ട് നമ്മൾ ദാലിക്ക എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ എന്ത്, ഇസ്മുൽ ഇഷാറ എപ്പോഴും മുഷാറയിലെയെ മുതാബക്കാവും, മുഷാറയിലെയോട് യോജിക്കും. താബക്കാന യോജിക്കുക എന്നാണ് അർത്ഥം. അതേ പ്രകാരം വന്നൽ കാഫ തുതാബിക്കുൽ മുഖാത്തബ, ആ അതേ ഇസ്മുൽ ഇഷാറയിലെ തന്നെ അവസാന ഭാഗത്തുണ്ടാകുന്ന കാഫ് അത് മുഖാത്തബിനോടാണ് യോജിക്കുക. അപ്പോൾ മുഖാത്തബിനനുസരിച്ച് അത് മാറി മാറി വരും എന്നർത്ഥം. അപ്പോൾ ദാലിക്ക, ദാലിക്കി, ദാലിക്കുമ, ദാലിക്കും, ദാലിക്കും അങ്ങനെയാണ് വരിക. ഈ പറയുന്ന കാര്യം ഇത് രണ്ടാണ്, രണ്ടും ഒന്നാണ് മനസ്സിലാക്കിയത്. ഇതൊരു ഐറ്റമാണ്, ഇത് വേറൊരു ഐറ്റമാണ്, രണ്ടും രണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഷാറത്തിൻ്റെ ഇസ്മുകൾ എപ്പോഴും മുഷാറയിലെഹിയായ ബുസ്താൻ എന്നുള്ളത് മുഫ്രദ് മുദക്കർ ആയതുകൊണ്ട് ദാലിക്ക, എല്ലാം ദാലിക്ക തന്നെയാണ്. തിൽക്കയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ദാനിക്കയോ താനിക്കയോ ഒന്നും അവിടെ വരുന്നില്ല. അതിന് കാരണം അതെല്ലാം മുഫ്രദ് മുദക്കർ ആയതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ എൻഡിലുണ്ടാകുന്ന കാഫ്, ആ കാഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഖിതാബിനുള്ളതാണ്. ആ കാഫ് എന്ത് ചെയ്യും, മുഖാത്തബിനനുസരിച്ച് അങ്ങനെ മാറി മാറി വരികയും ചെയ്യും. ഇതാണ് നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചത്. അത് തന്നെയാണ് ഖായിദയിൽ പറയുന്നത്. യുതാബിഖു ഇസ്മുൽ ഇഷാറത്തി അൽ മുഷാറ ഇലൈഹി ബിതദ്കീരിഹി വതഅനീസിഹി വഇഫ്റാദിഹി വതസ്നിയതിഹി വജംഇഹി. എപ്പോഴും ഇഷാറത്തിൻ്റെ ഇസ്മു മുഷാറ ഇലൈഹിയോട് മുദക്കർ, മുഅന്നസ്, ഇഫ്രാദ്, തസ്നിയ, ജമ്മ് എന്ന് തുടങ്ങിയ വിഷയത്തിൽ യോജിച്ച് വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത്, ബുസ്താൻ എന്നുള്ളത് മുഷാറ ഇലൈഹി ബുസ്താൻ ആയപ്പോൾ അത് ദാലിക്ക എന്ന് തന്നെയാണ് എല്ലായിടത്തും പ്രയോഗിച്ചത്.
അപ്പോൾ തുതാബിക്കുൽ കാഫു ഈ ദാലിക്കയിൽ അവസാന ഭാഗത്തുള്ള കാഫ് യോജിക്കും അൽ മുഖാത്തബിനോട് ഫി ജമീ മാദിക്കറ മുകളിൽ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും മുകളിൽ പറയപ്പെട്ട കാര്യങ്ങൾ തന്നെ ഏതൊക്കെയാണ് ഈ പറഞ്ഞ തദ്കീർ തൈനീസ് ഇഫ്രാദ് തസ്നിയ ജമ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ മുഖാത്തബ് മുഅന്നസ് ആണെങ്കിൽ ദാലിക്കയുടെ അവസാന ഭാഗത്ത് ദാലിക്കി എന്നാവും. മുഖാത്തബ് ജമ്മാണ് എങ്കിൽ അവിടെ ദാലിക്കും എന്നാവും. മുഖാത്തബ് ജമ്മു മുഅന്നസ് ആണെങ്കിൽ ദാലിക്കുന്ന എന്നാകും. മുഖാത്തബ് പിന്നെ മുസന്നയാണെങ്കിൽ അത് പിന്നെ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ സെയിം ആണെങ്കിൽ ഒരുപോലെ വരാം. അപ്പോൾ ദാലിക്കുമാന്ന് ഉപയോഗിക്കും. ഇങ്ങനെ ആണ് നമ്മളിതിൽ പഠിച്ചത്. അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകും. അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മാരിഫയുടെ അക്കസാമളിൽ പെട്ട മറ്റൊന്ന് നമ്മൾ പഠിച്ചിരുന്ന ഇസ്മു മൗസൂല എന്നുള്ളതാണ്. ഇതും വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്ന കുറേ സംഗതികളുണ്ട്. അതിനാണ് നമ്മൾ ഇസ്മു മൗസൂല എന്ന് പറയുന്നത്. കാരണം റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ളത് രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ്. രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ രണ്ടിൻ്റെയും മധ്യത്തിൽ നമ്മൾ ഇതേപോലെയുള്ള റിലേറ്റീവ് പ്രൊനൗൺസുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ചില ഉദാഹരണങ്ങൾ കാണിക്കും. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ റിലേറ്റീവ് പ്രൊനൗൺസിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഹൂ, ഹൂം, വാട്ട്, വിച്ച്, വേർ, ഹൂസ്. ഇതൊക്കെ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദ്ദേശിച്ചത് അതല്ല. ഇവിടെ നമ്മൾ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഈ പ്രോനൗണുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ദി പേഴ്സൺ ഹൂ കോൾഡ് യു ഈസ് മൈ ഫ്രണ്ട്സ്. നിന്നെ ഫോണിൽ വിളിച്ച അല്ലെങ്കിൽ നിന്നെ വിളിച്ച ആ വ്യക്തിയില്ലേ, ഓൻ എൻ്റെ സുഹൃത്താണ്. നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട്, അവൻ എൻ്റെ സുഹൃത്താണ്. നിന്നെ ഒരു വ്യക്തി വിളിച്ചു. ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണിലൂടെ. അപ്പോൾ എന്തായി, നിന്നെ വിളിച്ച ആ വ്യക്തിയില്ലേ, അവൻ എൻ്റെ സുഹൃത്താണ്. ഇതേ സംഭവമാണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്നത്. അറബിയിലാകുമ്പോൾ എന്താവും, നമ്മൾ അല്ലതി, അല്ലത്തി തുടങ്ങിയുള്ള പല സംഗതികളായിരിക്കും ഇതിൽ പിന്നെ ഇസ്മുൽ മൗസൂലുകളായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. അതിന് മാറി മാറി വരും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇസ്മുൽ മൗസൂലുകളിൽ നമ്മൾ അല്ലതി ഉപയോഗിക്കാറുണ്ട്, അല്ലത്തി ഉപയോഗിക്കാറുണ്ട്, മാ ഉപയോഗിക്കാറുണ്ട്, മന്നു ഉപയോഗിക്കാറുണ്ട്, അയ്യു ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല സംഗതികളുണ്ട്. ഇതിൽ നമ്മൾ കാര്യമായി പഠിക്കുന്നത് അതിൻ്റെ വേറൊരു പാർട്ടാണ്. ഏതായാലും നമുക്ക് വിഷയം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത്. ഓക്കെ, നമ്മളത് ഒഴിവാക്കി. നമ്മൾ വേറെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഇസ്മു മൗസൂലയുടെ വിഷയത്തിൽ നോക്കൂ. ഇവിടെ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ബഹ്സ് ഒന്ന് വായിക്കാം, എന്നിട്ട് ഓരോ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഉദാഹരണം നോക്കൂ. ഇതാ ലഫിർ തബി കുത്തുബിൻ ഫഖ്റ അയ്യിഹ ഹുവ ഷായിഖുൻ. ആദ്യം പറയുന്ന ഉദാഹരണത്തിൽ പറയുന്നത്, നിനക്ക് ചില ഗ്രന്ഥങ്ങൾ ലഭിച്ചാൽ നീ അതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതാണ് അത് നീ വായിച്ചോളൂ. നിനക്ക് ഇഷ്ടപ്പെടുന്നത് നീ വായിച്ചോളൂ. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്നത് നീ വായിച്ചോളൂ. അവിടെ രണ്ട് സെൻറ്റൻസ് തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ബഹ്സിൽ പറയുന്ന കാര്യം നോക്കൂ. ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു പോവാം. തഅല്ലം മിൻ ദുറൂസിക സാബിഖ അന്നൽ ഇസ്മൽ മൗസൂല മിനൽ മാരിഫി. കഴിഞ്ഞ നിങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ് ഇസ്മു മൗസൂല മാരിഫയിൽപ്പെട്ടതാണ്. നമ്മൾ അതിൻ്റെ കാരണം വിശദീകരിച്ചാണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ. കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അറിവ് ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, അവിടെ വ്യാപ്തി ഉണ്ടാവുകയാണ്. മാരിഫ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. നിക്കിറ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഉദാഹരണമില്ല, ഏതോ ഒരാൾ സംഗതിക്ക് ആവാമെന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്താൽ, നിന്നെ വിളിച്ച ആ വ്യക്തി ഓൻ എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഏതോ ഒരു വ്യക്തി എന്ന് ആദ്യം ഉണ്ടാവും, എ പേഴ്സൺ എന്നേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേകം നമ്മൾ ഹൂ എന്ന് ചേർക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നിന്നെ ഇന്നലെ വിളിച്ച ആ വ്യക്തിയില്ലേ, ഓൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അത് പറയലോടുകൂടി തന്നെ എന്ത് ചെയ്യും, അവിടെ ഒരു തരത്തിലുള്ള മാരിഫ് കൈവന്നു. അതേ പ്രകാരം അറബിയിലും ഉണ്ടാവാം, അതേ സെയിം ഉദാഹരണത്തിന് അറബിയിലും വരും. അപ്പോൾ ഓക്കെ, ഇതൊരു മാരിഫയിൽപ്പെട്ടതാണെന്ന് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വന്നോ യദുല്ലു അല മുഅയ്യനിൻ സൗബു തഈനിഹി അൽ ജുംലത്തുസ്സില. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുഅയ്യനായ വ്യക്തിയുടെ മേൽ അറിയിക്കുന്നുണ്ട്. തഈനാകുന്നതിൻ്റെ കാരണം ശേഷം വരാൻ പോകുന്ന സിലയിലെ ജുംലയാണ്. അപ്പം മൗസൂലകൾ എന്ന് പറഞ്ഞപ്പോൾ അല്ലതി, അല്ലത്തിയൊക്കെ പോലെയുള്ളതിനാണ് നമ്മൾ മൗസൂല എന്ന് പറയുക. അതിൻ്റെ ശേഷം ഒരു ജുംല ഉണ്ടാവും. അഥവാ നമ്മൾ മുമ്പേ ഉള്ള ജുംലയുമായിട്ട് കണക്ട് ചെയ്യില്ല. ഈ കണക്ട് ചെയ്യുന്ന ശേഷമുള്ള ജുംലക്കാണ് നമ്മൾ എന്ത് പറയുക, സില എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഈ സിലയാണ് ഇവിടെ ഈ തൈൻ ചെയ്യാനുള്ള കാരണം. കാരണം ഈ സില വരുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മൗസൂലയെ ഒന്നുകൂടി നമ്മൾ തൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളതിൻ്റെ ലഫ്ദുകളാണ്. ലഫ്ദുകൾ ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന അല്ലതി, അല്ലത്തി, അല്ലദാനി, അല്ലത്താനി, അല്ലദീന തുടങ്ങിയവയ്ക്കാണ് കേട്ടോ.
ഇതിൽ അല്ലതി ഇവിടെ പറയുന്നത് വാഹിദിനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ ഇപ്പോൾ റൈത്തു റജുലൻ ഇല്ലതി പിന്നെ എന്തോ വിഷയം പറഞ്ഞിട്ട് അപ്പോൾ ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചൊക്കെയാണ് ഒരാണിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ അല്ലതിയാണ് ഉപയോഗിക്കുക. പെണ്ണാണെങ്കിൽ ഇവിടെ അല്ലത്തിയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ ജിത്തു ഇലൽ ഹദീഖത്തില്ലത്തി സഅൽത അൻഹ എന്നൊക്കെ ചോദിക്കും. നീ ഇന്നലെ ചോദിച്ച ആ ഗാർഡൻ അവിടെ ഞാൻ പോയി. അപ്പോൾ അല്ലത്തി എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം ഹദീഖത്തുള്ള മുഅന്നസാണ്, നമ്മൾ അവസാനം ഹാത്താവ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ അല്ലദാനി എന്നാണ് ഉപയോഗിക്കുക ലിസ്നൈനി, അഥവാ മുദക്കറായ രണ്ടുപേരാണെങ്കിൽ ഇവിടെ അല്ലദാനി എന്ന് ഉപയോഗിക്കുക. ഇപ്പോൾ മുഅന്നസ പിന്നെ നസ്ബിൻ്റെ സാഹചര്യത്തിലൊക്കെ വരുമ്പോൾ ഉദാഹരണം പറയാം, ജാ അൽ ഗുലാമാനി അല്ലദാനി അങ്ങനെയായിക്കോട്ടെ, നസ്ബ വേണ്ട, റഫായിട്ട് തന്നെ ജാ അൽ ഗുലാമാനി അല്ലദാനി, രണ്ട് ഗുലാമുകൾ, രണ്ട് യുവാക്കളല്ല, രണ്ട് കുട്ടികൾ, അവരെന്ത് ചെയ്തു, അവർ അല്ലദാനി എന്ന് പറഞ്ഞ എന്തോ വിഷയം നമ്മൾ പറഞ്ഞാൽ അവിടെ ഇതുപോലെ പിന്നെ മുദക്കർ മുസന്നയിലാണ് അല്ലദാനി ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലത്താനി എന്നുള്ളതും അപ്രകാരം തന്നെ. അതിൻ്റെ ഒന്നും പിന്നെ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നില്ല, കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അത്തരം വിഷയങ്ങളല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അല്ലത്താനി എന്നുള്ളത് മുഅന്നസായുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജാഅത്ത് തൊബീബത്താനി അല്ലത്താനി നാലിൻ്റെ കാര്യം, എന്തൊരു കാര്യം സെൻറ്റൻസ് ലാസ്റ്റ് കുട്ടി കൊടുത്താൽ മതി. അവിടെ തൊബീബത്താനി എന്നുള്ള മുഅന്നസ് ആയതുകൊണ്ട് രണ്ടുപേരുള്ളത് കൊണ്ട് നമ്മൾ അല്ലത്താനിയാണ് ഉപയോഗിക്കുക. അല്ല അല്ലദീനയാണ് ജമ്മുദക്കറാവുമ്പോൾ അല്ലദീനയാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താവും പിന്നെ അല്ല തിബ ഉല്ലദീന യഖുലൂന കദാ വകദ, ഇന്നാലിൻ്റെ കാര്യങ്ങൾ പറയുന്ന ഡോക്ടർമാർ. അപ്പോൾ അല്ല തിബ എന്ന് പറഞ്ഞാൽ തൊബീബ് സാധാരണ മുദക്കറാണല്ലോ, അതിൻ്റെ ജമ്മാണല്ലോ തിബ, പുരുഷന്മാരാണ് ജമ്മാണ്. അവിടെ നമ്മൾ ഇതേപോലെ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്ന മൗസൂലുകൾ ഉപയോഗിക്കുന്നിടത്ത് അതിനൊരു സ്യൂട്ടബിൾ ആയത് അല്ലദീനയാണ്. അതുപോലെ ഉലി ആണ് ഉപയോഗിക്കുക ജമാഅത്ത് ദുക്കൂരിൽ ഉക്കലായി, ബുദ്ധിയുള്ള പുരുഷന്മാരുടെ ജമ്മിലേക്ക് ഉലു ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉലുൽ ഇന്നാലിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയും, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അല്ലായി ജമ്മു വന്നസ് ആകുമ്പോൾ ഒന്നുകിൽ അല്ലാത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അല്ലായി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മുമരിയത്ത് എടുക്കാം, അത് ചെയ്യുമ്പോൾ മുമരിയത്ത്. അപ്പോൾ ജാഅത്ത് അൽ മുമരിയത്തുല്ലാത്തി ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജാഅത്ത് അൽ മുമരിയത്തുല്ലായി എന്തെങ്കിലും സെൻറ്റൻസ് ലാസ്റ്റ് കൂട്ടി കൊടുത്താൽ മതി. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഉദാഹരണം ജസ്റ്റ് പറഞ്ഞു പോകാന്നുള്ളൂ. അതുപോലെ മണ്ണ് ഉപയോഗിക്കാറുണ്ട്, ലിജമി മാത്തക്കത്ത, മുകളിൽ പറഞ്ഞിടത്തെല്ലാം മണ്ണ് ഉപയോഗിക്കുക. അതായത് മണ്ണ് ചിലപ്പോൾ ജമ്മിനുക്കും മുഫ്രദിനുക്കും ഒക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റും. മായും അങ്ങനെ തന്നെ. വൈറ അന്ന മൻ ലിൽ ആഖിലി വമാലി വൈരി. പക്ഷേ ആകെയുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചായിരിക്കും ഉപയോഗിക്കേണ്ടത്, മാ ഉപയോഗിക്കുമ്പോൾ ബുദ്ധി ഇല്ലാത്തതിനെ സംബന്ധിച്ചു. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ മാ വെച്ചിട്ടുള്ള ഉദാഹരണം എന്താ പറയുക, ഇബ്ദൽ മാ അൻത ബാദിലുൻ ഫി ഉജൂഹിൽ ഖൈർ, ഇതിൽ നിന്നൊരു ഉദാഹരണം പറയുന്നുണ്ട് അവസാന ഭാഗത്ത്. ഇപ്പോൾ അവിടെ ഒക്കെ എന്താണ് മാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു ആങ്കിലല്ലാത്തൊരു കാര്യത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത്, ബുദ്ധിയില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് പിന്നെ ഇസ്ന മാഷിത്ത, ഒരു ഉദാഹരണം പറയാം, ഇസ്ന മാഷിത്ത, നീ ഉദ്ദേശിച്ച് ചെയ്തോ, എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിടത്ത് അവിടെയൊക്കെ പോകേണ്ട മാ ഉപയോഗിച്ചെടുത്ത് എന്താണ് പിന്നെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ട് മാ ഉപയോഗിച്ച്. മണ്ണാണെങ്കിലോ പിന്നെ മണ്ണാണെങ്കിൽ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അപ്പോൾ അവിടെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ അങ്ങനെ ഇത് പറയുന്നതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ അൽഫാദുകൾ, മസൂലയുടെ അൽഫാദുകൾ. ഇനി ഇത് അറത്താൻ താരിഫ് ചെയ്യാൻ ജദീദൻ ഫന്ദുറയിലെ ത്വായിഫത്തി എന്ന് പറയുന്ന ഗ്രൂപ്പ്, നമ്മൾ ഉദാഹരണം ഉള്ള ഭാഗത്ത് ശ്രദ്ധിക്കുക. അതിൽ എന്ന് പറയുന്ന ഹംസ വരുന്ന ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രൂപ്പ്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തജീദു ഫി കുല്ലി മിസാലിൻ കലിമത്തിൻ ഐ വതറ അന്നക ലൗ വദഅത ഇസ്മൻ മൗസൂലൻ മക്കാനഹ ലസ്തഖാമൽ കലാമ. അവിടെയെല്ലാം പിന്നെ ആ സെൻറ്റൻസുകളിലെല്ലാം അവിടെയൊക്കെ ഇനി എന്ത് ചെയ്താൽ ഒരു മൗസൂലയുടെ ഇസ്മ അവിടെ വെച്ച് കൊടുത്താൽ ആ കലാം എന്ത് ഇവിടെ നല്ല വൃത്തിക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതൻ ഇസ്മ മൗസൂൽ, അതാണ് ഇസ്മ മൗസൂല എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ വാക്ക് എടുത്ത് നോക്കിയാൽ ഇതാ ലഫിർത ബി കുത്തുബിൻ ഫഖ്റ അയ്യുഹ ഹുവ ഷായിഖുൻ. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ അയ്യു ഉള്ളടത്ത് മാറ്റിയിട്ട് നമ്മൾ മാവ് എടുത്ത് കൂട്ടിക്കൊള്ളി. അപ്പോൾ എന്താണ്, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നിനെ നീ വായിച്ചോ എന്ന് പറഞ്ഞാൽ ആ മായുടെ മൗസൂലയുടെ ഏതെങ്കിലും ഒരു ഇസ്മ
അവിടെ യോജിക്കുന്ന ഒരു ഇസ്മ മൗസൂല കൊടുത്താൽ അവിടെ കലാമ് പൂർത്തിയായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ഇതിനാണ് നമ്മൾ ഇസ്മ മൗസൂല എന്ന് പറയുക. ഫയ്യ ഇതൻ ഇസ്മ മൗസൂൽ. വൽ ജുംലത്തു താലിയ ലഹ ഫി കുല്ലി മിസാലിൻ സിലത്തുൻ ലഹ. ഈ മൗസൂല കൊടുത്തിട്ട് പിന്നെ വരുന്ന ജുംല ഉണ്ടാവുമല്ലോ, ആ ജുംലക്ക് അതിൻ്റെ സില എന്ന് പറയാം. ഈ മൗസൂലയുടെ സില എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഇതിൽ കണ്ടാവും. അപ്പോൾ ഈ ഇവിടെ അയ്യ് എന്നുള്ളതാണ് എല്ലായിടത്തും നമ്മൾ തൽക്കാലം മൗസൂലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അയ്യ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സിലകൾ ഹുവ ഷായിഖുൻ, അതുപോലെ ഹുവ അഖറബു ഇലൈക, അയ്യു അദ്ദാ വാജിബഹു, അതുപോലെ അയ്യു ഹും അഫ്ളലു, പിന്നെ അല്ലദാനി അഖാമാ ഫി മൻസിലി, അല്ലദീന ഹും അഖാരിബി, അല്ലദീ അമാമക. ഈ പറയുന്ന ഞാനിപ്പോൾ ഇടയിൽ അണ്ടർലൈൻ ചെയ്ത ബ്ലൂ ലൈൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതിനെയാണ് നമ്മൾ സ്വില എന്ന് പറയുക. അപ്പോൾ അഥവാ നമ്മൾ മൗസൂല കഴിഞ്ഞിട്ട് ശേഷം വരുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വില എന്ന് പറയുക. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, തമ്മൽത്തൽ അംസിലത്ത ലറഅയ് തൻഹ ഇമ്മ മുലാഫത്ത് ഇലാ മഅരിഫ ഔ ഇമ്മ ഗൈരി മുലാഫ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇതൊന്നുകിൽ മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതായിരിക്കാം. അപ്പോൾ ഒന്നാമത് ഉദാഹരണം എടുത്ത് നോക്കൂ, ഇതാ ലഫുർ തബി കുതുബിഹ ഫഖറ അയ്യിഹ ഹുവ ഷായിഖുൻ. അവിടെ ഇപ്പോൾ ഒരു ഒരു ഹ എന്ന് പറയുന്നത് ഒരു ലൊമീറിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി മാരിഫൈ ആയതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇലാഫത്ത് അല്ലാതെ വരാം. ഇപ്പോൾ ഉദാഹരണം രണ്ടാം ഉദാഹരണം എടുത്ത് നോക്കൂ, ബി അയ്യിൻ ഹുവ അഖറബിലേക്ക്, അവിടെ ഇലാഫത്തൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എന്തായേക്കാം, ഈ പറയുന്ന സിലത്ത് ഇദാഫത്ത് മാരിഫയിലേക്ക് ഇദാഫത്തായ രൂപത്തിൽ ഉണ്ടായേക്കാം. ചിലപ്പോൾ അങ്ങനെ മാരിഫയിലേക്ക് ഇദാഫത്തൊന്നും അല്ലാതെ അല്ലെങ്കിൽ ഇദാഫത്ത് തന്നെ ഇല്ലാതെ വന്നേക്കാം. ചിലപ്പോൾ എന്തായേക്കാം, വേറെ തന്ന മുറബത്തും ബിൽ ഹറക്കാത്ത് ബിൽ അംസലത്തി സലാസിലൂല. ആദ്യത്തെ 3 ഉദാഹരണത്തിലും അവ മുയറബാണെന്നും കാണാൻ പറ്റും, ഹർക്കത്തുകൾ കൊണ്ട് മുയറബാണ് എന്നും കാണാൻ പറ്റും, അതായത് മബിനിയല്ല. പക്ഷെ 4ാം ഉദാഹരണത്തിൽ വരുന്നിടത്ത് അവിടെ മബിനിയാണ്. 4ാം ഉദാഹരണം ഏതാ, ആഷിർ മിനന്നാസി അയ്യുഹും അഫ്ളൽ എന്ന് പറയുന്ന 4ാമത്തെ ഉദാഹരണത്തിൽ അത് മുലാഫത്തായിട്ടാണ് വന്നിട്ടുള്ളത്, ഇലാഫത്താണ്. കാരണം അയ്യുഹും എന്ന് പറഞ്ഞാൽ അയ്യനെ ഹുമ്മിലേക്ക് ഇലാഫത്താക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് അവിടെ ലൊമ്മിൻ്റെ മേൽ മബിനിയാണ്. മബിനിയത്തുൻ അല ലൊമ്മി ഫിൽ മിസാൽ റാബി, ലൊമ്മിൻ്റെ മേൽ മബിനിയാണ്. വസുദുറു സിലത്തിഹ ലൊമീറുൻ മഹദൂഫുൻ, അതിൻ്റെ സിലയുടെ സ്റ്റാർട്ടിങ് തന്നെ അവിടെ എന്തുണ്ട്, ഒരു മഹദൂഫായ ലൊമീർ ഉണ്ട് എന്ന് പറഞ്ഞു. സില എന്ന് പറഞ്ഞല്ലോ ഈ മൗസൂല കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ സില. അപ്പോൾ ഹും അഫ്ലലു എന്ന് പറഞ്ഞിടത്ത് അയ്യുഹും എന്നുള്ളിടത്ത് അയ്യുഹും അഫ്ലൽ, ഹും അഫ്ലൽ എന്ന് പറയുന്ന ആ ഭാഗമാണല്ലോ സില, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൊമീർ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ്, അയ്യുഹും ഹും അഫ്ലൽ എന്ന് പറയുന്ന രൂപത്തിലാണ് അവിടെ ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ട്, അവിടെ ആ അയ്യ് എന്നുള്ളത് ലൊമ്മിൻ്റെ മേൽ മബിനിയാണ്. വാദി ഹിയൽ ഹാലത്തുൽ ഫദ്ദത്തുല്ലത്തി തുബിനാഫിയ, അതിൽ മൗസൂലയുടെ അസ്മാവുകൾ അയ്യ് എന്താണ് മബിനിയായിട്ട് ലൊമ്മിൻ്റെ മേൽ അബിനിയായി വരുന്ന വളരെ അപൂർവമായ ഒരു നിമിഷങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി വൈന്തൽ ബഹസിഫി ത്വായിഫത്തി ബ, രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ സാഫർ അല്ലദാനി തുടങ്ങുന്ന രണ്ടാമത്തെ ബ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ തറ അന്ന സുലത്ത അല അൻവായിൻ ശതസിലകൾ പല രൂപത്തിലാണെന്ന് കാണാൻ പറ്റും. കാരണം വന്ന മറത്തൻ ജുംലത്തുൻ ഫീലിയ, ഒരിടത്ത് ഫീലിയ ജുംലയാണ്. ഉദാഹരണം നോക്കൂ, സാഫർ അല്ലദാനി അഖാമാ ഫി മൻസിലി. നിങ്ങൾ ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അവിടെ കാണാമെന്ത്, 2 പേര്, എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന 2 പേരും യാത്ര പോയി, ഇവർ പോയി, എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന 2 പേരും പോയി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ അല്ലദാനി എന്നുള്ളത് നമ്മൾ മൗസൂല കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ആണല്ലോ സില. അപ്പോൾ അഖാമാ ഫി മൻസിലി എന്ന് പറയുന്നതാണ് സില. ആ വാക്ക് ശ്രദ്ധിക്കുക, അവിടെ നമ്മളെ പോയിന്റ് കേട്ടോ. ഞാനൊന്ന് ഇങ്ങോട്ട് ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരാം, അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ബഹ്സിലുള്ള വിഷയത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വായിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബായിൻ്റെ ഉദാഹരണം ആദ്യം പറഞ്ഞ ഉദാഹരണം ഇതാണല്ലോ. ഇതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അല്ലദാനി എന്ന് പറയുന്ന മൗസൂലയുടെ വാക്ക് കഴിഞ്ഞിട്ട് വരുന്ന സെൻറ്റൻസിനാണ് നമ്മൾ സില എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സില. ഈ സിലയിൽ ശ്രദ്ധിച്ചാൽ അവിടെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഉള്ളത്, സിലകൾ പല രൂപത്തിലാണെന്ന് കാണാൻ പറ്റും. ഇവിടെ ഇപ്പം സില ഉള്ളത് ഏതാണ്, ഫീലിയ ജുംലയാണ്. ഇവിടെ നോക്കൂ, അഖാമാ ഫി മൻസിലി എന്ന് പറയുമ്പോൾ ഒരു ഫീലും ഫായിലൊക്കെ കൂടിയ ഒരു ജുംലയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫീലിയ ജുംലയാണ്. അപ്പോൾ ചിലപ്പോൾ സിലകൾ എന്താവാം, ഫീലിയായ ജുംലയായി വരാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ അത് ഇസ്മിയായ ജുംലയാവും, മറത്തൻ ജുംലത്തൻ ഇസ്മിയ. അതാണ് ഇവിടെ രണ്ടാമത്തേലേക്ക് വരുമ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് നോക്കൂ, ഹും അഖാരിബി എന്ന് പറയുന്നതല്ലേ. കാരണം അല്ലദാനി എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ മൗസൂല കഴിഞ്ഞുള്ള സെൻറ്റൻസ് ആണ് സില.
അപ്പോൾ ഹും അക്കാരിബി എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ ഹും അവരാകുന്നത് എന്ന് പറഞ്ഞാൽ മുബ്തദയും ഖബറും കൂടിയ ഒരു ജുംലയാണ്, നമ്മൾ ഇസ്മിയ ജുംല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ എന്താണ്, സ്വീല എന്താണ്, ഒരു ഇസ്മിയ ജുംലയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, അവിടെ ലൊർഫാണ്. നോക്കൂ, ഖതഫ്തു ബഅദൽ അസ്ഹാരിൽ ലത്തി ഫിൽ ഹദീഖത്തി, ഗാർഡനിലെ ചില പൂവുകളെ ഞാൻ പറിച്ചെടുത്തു. ഖതഫ എന്ന പ്ലക്ക് എന്നർത്ഥം. അല്ലത്തിയാണ് മൗസൂല, മൗസൂല കഴിഞ്ഞിട്ടുള്ള ഈ സെൻറ്റൻസ് ആണ് നമ്മുടെ സില. അപ്പോൾ സില നോക്കൂ, സില ഇവിടെ ഒരു ലൊർഫായിട്ടല്ലേ വന്നത് അല്ലേ, ജാർമജറൂറല്ല അവിടെ ഉള്ളത്. അപ്പോൾ ആ തോട്ടത്തിൽ ഉള്ള ചില പുഷ്പങ്ങളെ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ അവിടെ എന്താണ്, സിലയെ നമുക്കവിടെ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഒരു ലർഫിൻ്റെ രൂപത്തിലാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, ചിലപ്പോൾ നാലാമത്തെ ജാർമജറൂറായിട്ട് വന്നത് കാണാം. അവിടെയുണ്ട്. ഇപ്പോൾ നോക്കൂ, രണ്ട് സ്ഥലങ്ങളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. സോറി, ജാർ മജ്റൂറാണ് ഈ കൊടുത്തത്, ലർഫാണ് ഈ മുകളിലുള്ള കേട്ടോ, അത് മാറിപ്പോയതാണ്. ഫിൽ ഹദീഖത്തിലോട്ട് ജാർ മജ്റൂർ കാണാം, കാരണം ഫി എന്നുള്ള ജാറാണ്, മറ്റേ മജ്റൂറാണ്. ഒക്കെ അമാമക്കാണ് ലർഫാണ്. ഇപ്പോൾ ലർഫ് സമാൻ അല്ല, ലർഫ് മക്കാൻ. കാരണം എന്താണ്, ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ, എന്തായാലും അർത്ഥം, പിന്നെ അഖദ്തുൽ ഖലമല്ലദീ അമാമക്കാൻ, നിൻ്റെ മുമ്പിലുള്ള പേന ഞാൻ എടുത്തു. നിൻ്റെ മുമ്പിലുള്ള എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു സംഗതിയാണ് അവിടെ എന്തായി വരുന്നത്, നമ്മുടെ പിന്നെ സിലയായിട്ട് വരുന്നത്. അപ്പോൾ ഈ മൗസൂൽ അവിടെ കഴിഞ്ഞിട്ടോ, ഇത് സില. അപ്പോൾ സില വരുന്ന അവിടെ ഒരു ലൊർഫല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ചിലപ്പോൾ എന്തായേക്കാം സില വരുന്നത് ചിലപ്പോൾ ലൊർഫായിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങ് പിന്നെ സിലകൾ പല രൂപത്തിലുണ്ടാവാം എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ചിലപ്പോൾ ഫീലിയ ജുംലയാവാം, ചിലപ്പോൾ ഇസ്മിയ ജുംലയാവാം, ചിലപ്പോൾ ലൊർഫാവാം, ചിലപ്പോൾ ജാർ മജ്റൂറാവാം. ഇനി അവസാനം പറഞ്ഞ രണ്ട് അവസ്ഥകളിലോ, ഫിൽ ഹാലത്തൈൻ അഖീറത്തൈൻ യകൂനു മുതഅല്ലഖുൽ ലർഫി വൽ ജാരി വൽ മജ്റൂറി ഫീലൻ തഖ്ദീറ. അത് പിന്നെ വേറെ ചർച്ചയാണ്. അതായത് എപ്പോഴും ലർഫും പിന്നെ ഈ ജാർ മജ്റൂറൊക്കെ ആകുമ്പോൾ അതിന് തഅല്ലുക്ക് വേണ്ട. അപ്പോൾ തഅല്ലുക്ക് എങ്ങനെ ആകാമെന്ന് പറയാണ്. തഅല്ലുക്ക് എങ്ങനെ ആവുക, അത് എന്താക്കിയാൽ മതി, ഒരു ഫീലിനോട് സങ്കല്പിച്ചെടുത്താൽ മതി. ഈ പറഞ്ഞ രണ്ട് ഉദാഹരണമാണ് പറയുന്നത്. ഈ പറഞ്ഞ രണ്ട് ഉദാഹരണത്തിലും എന്താക്കിയാൽ മതി, ജാർ മജ്റൂറിൻ്റെയും ലർഫിൻ്റെ ഒക്കെ തഅല്ലുക്ക് എന്താക്കിയാൽ മതി, ഒരു ഫീലിനോട് സങ്കല്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും, ഇസ്തഖറ എന്നോ അല്ലെങ്കിൽ വജദ എന്നൊക്കെ സങ്കല്പിക്കാം. അപ്പോൾ എന്തായി, അഖദ്തുൽ ഖലമല്ലദീ വജദ അമാമക, അല്ലെങ്കിൽ ഖതഫ്തു ബഅദൽ അസ്ഹാരിൽ ലത്തി ഇസ്തഖറത്ത് ഫിൽ ഹദീഖത്തി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്താ ചെയ്യുക, സങ്കല്പിച്ചെടുത്തിട്ട് ആ പറയുന്ന ഫീലിലേക്ക് താലൂക്കാക്കിയാൽ മതി. അത് വേറെ ചർച്ചയാണ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അടുത്ത വിഷയം നോക്കാം. വൈദാ നദർത്ത ഇലാൽ അംസിലത്തി ജീം, ജീം എന്ന് പറയുന്ന ഈ പറയുന്ന ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം എന്തായാലും പറയുന്നത്. അതിൽ റൈത്തഹ അന്നാ തസ്മലു അല അസ്മായിൻ മൗസൂല, ഇവിടെ കുറേ മൗസൂലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൗസൂലകൾ ഏതൊക്കെയുള്ളത് നോക്കൂ. ഇവിടെ പിന്നെ മാ മൗസൂലയാണ്, രണ്ട് സ്ഥലത്തും കാണാം. അവിടെ മാ ഉണ്ട്, ഇവിടെയും മാ ഉണ്ട്. അതുപോലെ മിമ്മ എന്ന് പറഞ്ഞിടത്ത് മാ ഉണ്ട്, ഇവിടെയും അമ്മ എന്ന് പറഞ്ഞിടത്ത് മൗസൂലയുടെ മാ ഉണ്ട്. അതുപോലെ ഇബ്ദൽ മാ അൻത അവിടെ മാ ഉണ്ട്, അതുപോലെ മൗസൂലുണ്ട്. അതുപോലെ അയ്യ എന്നുള്ളിടത്തും ഇതൊക്കെ മൗസൂലകളാണ്. അപ്പോൾ അതിൽ വൈദ തഅമ്മൽത സിലത്തൽ മൗസൂലി ലം തജിദിൽ ആയിദ വഹുവ ളമീർ അല്ലദീ യഊദു അൽ മൗസൂലി. പക്ഷേ അവിടെയൊക്കെ സിലകൾ നോക്കുമ്പോൾ, അപ്പോൾ സിലകൾ ഏതായിരിക്കും, ഇത് കഴിഞ്ഞിട്ടുള്ള മൗസൂല കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ലാ തഅലമു സിലയാണ്, അതുപോലെ ഇവിടെ തഅലമു എന്ന് പറഞ്ഞ സിലയാണ്. അപ്പോൾ ഇവിടെ രണ്ട് മൗസൂലകൾ ഈ പറയുന്ന സെൻറ്റൻസിൽ വരുന്നുണ്ട് കേട്ടോ, മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ രണ്ടാം സെൻറ്റൻസ് കാണാം. അപ്പോൾ യഖ്തരിബുൽ നുഖല എന്ന് പറഞ്ഞ സിലയാണ്, യബ്തൈദൂൻ സിലയാണ്. അതുപോലെ അൻത ബാദിലുൻ ഫി വുജൂഹിൽ ഖൈരി സിലയാണ്, നാഫിയു എന്നുള്ള സിലയാണ്. അപ്പോൾ ഈ സിലകളിലെല്ലാം ളമീർ കാണുന്നില്ല. അതായത് ഈ പറഞ്ഞത് ഒരു പൊതുവായ ഒരു പിന്നെ ഗ്രാമാറ്റിക്കൽ റൂളാണ്. അഥവാ എന്താണെന്ന് വെച്ചാൽ ഈ സിലകളിൽ നിന്ന് എപ്പോഴും മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ളമീർ ഉണ്ടാവണം എന്നാണ്. ആ ളമീർ ഇവിടെ കാണുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. വലാക്കിന്നൊക്കെ ഇതാ അമ്മാൻത എന്നായിരിക്കും, അത് മാറിപ്പോയതാണ്. അന്നാംത എന്നതിൽ കാണുന്നത്, അതായത് അമ്മാനാനാകുന്നൂടെ ആഴത്തിൽ നോക്കിയാൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും നോക്കിയാൽ അതറക്ത അന്നവും മഹദൂഫുൻ, ആ സ്വീല അവിടെ കളയപ്പെട്ടതാണ് കാണാൻ പറ്റും. ലൊമീർ അവിടെ ആയുധ അവിടെ കളയപ്പെട്ടതാണ് കാണാൻ പറ്റും. തഖ്ദീറു അതിനെങ്ങനെ സങ്കല്പിക്കുക, ഫിൽ മിസാൽ ലവലി ഒന്നാമത്തെ ഉദാഹരണത്തിൽ ലാ തഖുൽ മാ ലാ തഅലമുഹു വഇൻ ഖല്ല മാ തഅലമുഹു. ഇവിടെ നോക്കൂ, ഈ പറയുന്ന വാക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സിലയിൽ നിന്ന് ഇവിടെ ഒരു ലൊമീർ ഇവിടെ കൊടുക്കൽ ഒരു ആയുധ അനിവാര്യമായിരുന്നു, ഇതിലേക്ക് മടങ്ങുന്ന നമ്മുടെ മൗസൂലയിലേക്ക് മടങ്ങുന്ന. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക, ലാ തഖുൽ നീ പറയരുത്, മാലാ തഅലമുഹു നിനക്കറിയാത്ത ഒന്നിനെ പറയരുത്. അപ്പോൾ ഈ ഹു എന്ന് പറഞ്ഞ ലൊമീർ മടങ്ങുന്നത് ഈ ഒന്നിലേക്കാണ്, മാ എന്ന് പറഞ്ഞതിലേക്കാണ്. അങ്ങനെ മടങ്ങുന്ന ലൊമീറിനാണ് നമ്മൾ എന്ത് പറയുക, ആയിദ് എന്ന് പറയാം. അപ്പോൾ ആയിദ് പറയേണ്ടതാണ്, പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതിനെ കളയാൻ പറ്റും. അങ്ങനെ കളയുന്ന സന്ദർഭമാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ സങ്കല്പിച്ചാൽ മതി, മാലാ തഅലമുഹു എന്നാണുള്ളത്. അത് പ്രകാരം
വൈൻ കല്ല മാ തലമു, നിനക്ക് അറിയുന്ന കാര്യം വളരെ ചെറുതാണെങ്കിലും ശരി. അപ്പോൾ അവിടെ മാ തലമുഹു എന്ന് പറഞ്ഞു ഇവിടെയും എന്താണ് ഒരു ആയത് കളയപ്പെട്ടിട്ടുണ്ട്, അതിനെ സങ്കല്പിച്ചാൽ മതി. മനസ്സിലായല്ലോ, അതാണ് ഇവിടെ പറഞ്ഞത്. ഫിൽ മിസാനി സാനി, രണ്ടാമത് ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ യഖ്തരിബ് മിമ്മ യഖ്തരിബുൽ നുഖലാഉ മിൻഹു വബതഇദ മാ യബതഇദൂന അൻഹു, അവിടെയും ഇപ്രകാരം ആയത് അഥവാ സുലയിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന, നമ്മളിവിടെ കാണിച്ചതുപോലെ സുലയിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന ദൊമീറിനാണ് നമ്മൾ ആയത് എന്ന് പറയുക. അതേ ആയത് ചില സന്ദർഭങ്ങളിൽ കളഞ്ഞു പോവും. അങ്ങനെ കളഞ്ഞതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഈ ഉദാഹരണം നോക്കൂ, രണ്ടാമത്തെ ഉദാഹരണം. അവിടെ ഇഖ്തരിബ് മിമ്മ യഖ്തരിബുൽ നുഖലാഉ, ജ്ഞാനികളായ ആളുകൾ എന്തിനോടൊക്കെയാണോ അടുക്കുന്നത് അതിനോട് നീയും അടുത്തോളൂ. വബതഇദ് അമ്മാ യബതഇദൂൻ, ജ്ഞാനികളായ ആളുകൾ എന്തിനോടാണോ അകലം പാലിക്കുന്നത് നീയും അതിനോട് അകലം പാലിച്ചോളൂ എന്നാണ് പയ്യിൽ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ സ്വല പരിശോധിച്ചാൽ ഇതല്ല ഇപ്പോൾ സ്വലായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്വലയിൽ നമ്മൾ എന്ത് കാണുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൗസൂലയെ ആയതിനെ കാണുന്നില്ല. അപ്പോൾ ആയതില്ലെങ്കിൽ അവിടെ സങ്കല്പിച്ചെടുത്താൽ മതി. അങ്ങനെ വരും ഇഖ്തരിബ് മിമ്മ യഖ്തരിബുൽ നുഖലാഉ മിൻഹു, മിൻഹു എന്നെന്തായാൽ മതി, ഇവിടെ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഈ മിൻഹു എന്നുള്ള ദമീറിന് അങ്ങോട്ടാണ് മടങ്ങുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൗസൂലയിലേക്കാണ് മടങ്ങുക, അതാണ് ആയത്. അപ്പോൾ അവിടെ ആയതിനോട് സങ്കല്പിച്ചാൽ മതി. അതുപോലെ ഇവിടെയും അബത്തൈദ് അമ്മ എബത്തൈദൂന അൻഹു എന്ന് സങ്കല്പിക്കുക. ഇവിടെ ഒരു സ്ഥലത്ത് അന്നും ഒരു സ്ഥലത്ത് മിന്നും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇഖ്തറബ എന്ന് പറയുന്ന ഫീലെ പോയി മിന്നുകൊണ്ടാണ് വിട്ടെടുക്കുക, ഇബ്തായത എന്ന് പറയുന്ന ഫീലെ പോയി മാന്നുകൊണ്ടാണ് വിട്ടെടുക്കുക, അത്രേ ഉള്ളൂ മാറ്റം. അപ്പോൾ ഇവിടെയും ഈ അൻഹു എന്ന് പറഞ്ഞ ലമീറും ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന മൗസൂലയിലേക്കാണ് മടങ്ങുക. അപ്പോൾ ആയത് ചില സന്ദർഭങ്ങളിൽ കളയും, പക്ഷെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. ഇനി അടുത്തത് മൂന്നാമത് ഉദാഹരണത്തിൽ പറയുമ്പോൾ ഇബിദിൽ മാ അൻത ബാദിലുഹു എന്നാണ്. ഇവിടെ ഇപ്പോൾ ഹു എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ആയത് കളയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നാലാമത്തെ ഉദാഹരണത്തിൽ ഇഖ്റ അയ്യൻ ഹുവ നാഫിഉൻ, നീ എന്തും വായിച്ചോളൂ, പക്ഷെ ഉപകാരപ്രദമായി എന്തും വായിച്ചോളൂ. അവിടെ എന്തുണ്ട്, അവിടെ ഹുവ എന്ന് പറയുന്ന ഒരു ലമീർ കളയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്രകാരമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇദാ ബഹസ്ത ഫിൽ ആയതിൽ മഹ്ദൂഫി റഅയ്ത അന്നഹു ഫിൽ മിസാൽ അവ്വലി വനഹ്വിഹി ഫി മഹല്ലി നസ്ബിൻ. ഇനി നമ്മൾ ഈ ആയതുകൾ തന്നെ ഓരോന്നോരോന്നങ്ങ് എടുത്തു നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ മാലാ തഅലമുഹു എന്നുണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ആയതുകൾ ചില സന്ദർഭങ്ങളിൽ അത് ഇതിൻ്റെ സ്ഥാനത്തായിരിക്കും, നസ്ബിൻ്റെ സ്ഥാനത്തായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം പോലുള്ളതിൽ നസ്ബിൻ്റെ സ്ഥാനത്താണ്, ശരിയാണല്ലോ പറഞ്ഞത്. കാരണം എന്താ, തഅലമുഹു എന്ന് പറഞ്ഞുകൊടുത്ത് തഅലമു എന്ന് പറയുന്ന മുലാരിയായ ഫീലിൻ്റെ ഒരു മഫൂല് പോലെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നീ പറയരുത്, നിനക്കറിയാത്തതിനെ പറയരുത്. അപ്പം അറിയാത്തതിനെ എന്ന് പറയുന്ന ഒരു മഫൂലിൻ്റെ സ്ഥാനത്താണ് ഈ ലമീർ വരുന്നത്. അപ്പോൾ അത് ശരിക്കും ലമീർ പിന്നെ എന്താണ് ഇറാബ് എന്നുള്ളതല്ല, മഹല്ലിൽ അഥവാ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു നസ്ബിൻ്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. വാനൽ ആമിലെ ഫീൽ, അതിലുള്ള ആമിൽ ഫീലാണ്, തഅലമു എന്ന് പറയുന്ന ഫീലാണ്. റഅയ്തു ഫിൽ മിസാലി സാനി, രണ്ടാമത്തെ ഉദാഹരണത്തിൽ മജ്റൂറൻ ബി അർഫി ജർരിൻ ദഖല അലൽ മൗസൂലി, രണ്ടാമത്തെ സ്ഥാനത്ത് ഈ മൗസൂൽ വന്നിട്ടുള്ളത് എവിടെയാണ്, പിന്നെ ജറായിട്ട് മജ്റൂറായിട്ട് വന്നില്ല. മിമ്മാ യഖ്തരിബു അൽ ഉഖലാഉ എന്ന് പറഞ്ഞുകൊടുത്ത് ഇവിടെയും നോക്കൂ, ഇവിടെ നമ്മൾ ഫീലിൽ ഒരിക്കലും എന്താവില്ലല്ലോ, ജെറ് ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ പിന്നെ മിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ജാറിൻ്റെ അക്ഷരം കൂടിയാണ്. പക്ഷെ അവിടെ നമ്മൾ പിന്നെ മഹല്ലിൽ അതിൻ്റെ ഇറാബ് നോക്കുന്ന സമയത്ത് അത് ശരിക്കും ഏതിൻ്റെ സ്ഥാനത്താണ്, ഈ പിന്നെ മൗസൂലയുടെ മേൽ പ്രവേശിച്ച ഒരു ജെറിൻ്റെ ഹർഫ്, ആ ഹർഫിൻ്റെ ഒരു മജ്റൂറായിട്ട് മഹല്ലിൽ അങ്ങനെ ആ ഒരു സ്ഥാനത്താണ് ഇവിടെ എന്ത് വരുന്നത്, ഈ പറയുന്ന മഹ്ദൂഫായ ആയത് വരുന്നതെന്ന് കാണാൻ പറ്റും. മനസ്സിലായല്ലോ. ഇവിടെ അല്ല, നമ്മൾ മിൻഹു എന്ന് പറഞ്ഞോടത്ത് യഖ്തരിബു മിൻഹു അവിടെ അല്ലാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ മിൻഹു എന്ന് പറഞ്ഞോടത്ത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എന്താ ഉണ്ടാവുക, പിന്നെ മിൻഹു, മിന്ന് ജെറിൻ്റെ അക്ഷരം അവിടെ ഉണ്ട്. അപ്പോൾ ഹു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആയത് വരുന്ന ശരിക്കും എന്താണ്, ജെറിൻ്റെ അക്ഷരമായ മിന്ന് കഴിഞ്ഞ ഉടനെ ആണല്ലോ. അപ്പോൾ ഹു എന്ന് പറയുന്നത് ലമീർ ഒരിക്കലും ഇപ്പോൾ അവിടെ നമുക്ക് ഇറാബ് കാണാൻ പറ്റാത്തതായതുകൊണ്ടാണ് കാണാത്തത്. മഹല്ലിൽ അതെന്താണ്, ഒരു ജെറിൻ്റെ സ്ഥാനത്താണ്. അതേപ്രകാരം മൂന്നാമത്തേതിൽ മുലാഫിലയുടെ സ്ഥാനത്താണ് വരുന്നത് അല്ലേ. മുലാഫില അതായത് വുജൂഹിൽ ഫി പിന്നെന്താണ് ബാദിലുഹു ഫി വുജൂഹിൽ ഖൈരി എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ ഇപ്പം എന്താണ്, ഒരു മുലാഫിലയിൻ്റെ സ്ഥാനത്താണ് ശരിക്കും മഹല്ലിൽ അത് വരുന്നത്. അതുപോലെ മുലാഫ് ഇസ്മു ഫായിൽ മുതഅദ്ദിൻ ലിൽ ഹാലി അബിൽ ഇസ്തിഖ്ബാലി, അവിടെ ബാദിൽ എന്ന് പറയുന്ന പിന്നെന്താണ് ബാദിലുഹു എന്ന് പറയുമ്പോൾ മാ അൻത ബാദിലുഹു, അതിൻ്റെ ബാദിലാവുക, ചെലവഴിക്കുന്നവനാവുക എന്ന് പറയുന്ന. അപ്പോൾ എന്താണ്, ബാദിലിനെ ഹു എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ഇതാണ്. അപ്പോൾ
ശരിക്കും അവിടെ എന്താണ് മഹല്ലിൽ അതൊരു ഇലാഫത്തിൻ്റെ സ്ഥാനത്താണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അത് ഹാലിനിക്കോ അല്ലെങ്കിൽ ഇസ്തിഖ്ബാലിനിക്കോ വേണ്ടി എടുക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ നാലാമത്തെ ഉദാഹരണത്തിലേത് പിന്നെ സ്വദുറു സിലത്തി അയ്യിൻ അഫി ആദിൽ അവാലി മിസ്ലി അജൂദ് ഹസ്ഫു ആയത് ഇസ്മിൽ മൗസൂലി. നാലാമത്തോടത്ത് ഒരു സിലയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ പറയുന്ന അയ്യ് എന്ന് കാണാൻ പറ്റും. ഇത് ഈ പിന്നെ ആയത് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, അയ്യൻ ഹുവൻ ആഫിയുൻ. ഇപ്പോൾ ഹുവൻ ആഫിയു എന്ന് പറഞ്ഞിടത്ത് ഇതാണല്ലോ ഇപ്പോൾ നമ്മളെ പിന്നെ എന്തുള്ളത് സില ഉള്ളത്. അപ്പോൾ സിലയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ പറയുന്ന ഹുവ എന്ന് പറയുന്ന ലമീറിന് പിന്നെ ആയുധനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്മു മൗസൂലുകളിൽ നിന്ന് അഥവാ മൗസൂലുകളിലെ സിലകളിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന ആയുധനെ കളയൽ ജായിസാകും എന്നാണ് ഇപ്പോൾ ഇതിൽ ആകെ മൊത്തം ടോട്ടൽ നമ്മൾ പഠിച്ചത്. അതുതന്നെയാണ് നമ്മൾ കായിദയിലും പറയുന്നത്. ജസ്റ്റ് ഒന്ന് കായിദ നമുക്ക് വായിച്ച് നോക്കാം. കായിദയിൽ പറയുന്നത് നോക്കൂ, അല്ല അസ്മായിൽ മൗസൂലത്തി അയ്യു. അസ്മാവുൽ മൗസൂലിൽ പെട്ട ഒന്നാണ് അയ്യു. പലതും ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലതി, അല്ലത്തി, അല്ലത്താനി എനിക്ക് തുടങ്ങി പിന്നെ പിന്നെ മണ്ണ് തുടങ്ങി പലതും ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് അയ്യു. ഒച്ചക്കൂന് മുലാഫത്തിന് ഇല മാരിഫത്ത്. ഇനി അയ്യൻ്റെ കാര്യം പറയുമ്പോൾ അയ്യു ചിലപ്പോൾ മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാവാം, ചിലപ്പോൾ ഇലാഫത്ത് ഇല്ലാത്തതാവാം. അത് മോറബത്താണ്. അതിന് ഏറാബ് ഉണ്ടായി വരുന്ന രൂപമുണ്ട്, അത് മബിനിയായി വരുന്ന രൂപമുണ്ട്. രണ്ടും നമ്മൾ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മോറബായി വരുന്ന രൂപമാണ് ഈ പറഞ്ഞത്. ഇല്ല ഇതാ ഉലീഫത്ത്, അത് ഇലാഫത്ത് ചെയ്യപ്പെട്ടാലോചിച്ച് ഹുദിഫ സുദുർ സുലത്തി, അതിൻ്റെ സിലയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഭാഗം കളയപ്പെട്ടാലോചിച്ച്. അങ്ങനെ കളയപ്പെട്ടാലുള്ള സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെക്കൂന് സിലത്തുൽ മൗസൂല് ജുംലത്തുൻ ഫീലിയ. ഇനി മൗസൂലയുടെ സില ചിലപ്പോൾ ഫീലിയ ജുംലയാവും, ചിലപ്പോൾ ഇസ്മിയ ജുംലയാവും, ചിലപ്പോൾ ലർഫാവും, ചിലപ്പോൾ ജാർ മജ്റൂറാവും. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. പിന്നെ യജൂദു അദ്ഫുൽ ആയിദി ഇദാക്കാൻ ആമിലു ഫീലൻ ഓവോ ഫി മഹല്ലി നസ്ബിൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ആയുധിനെ കളയൽ ജായിസാവുന്ന എപ്പോഴെല്ലാം ആണെന്നാണ്. അത് നമ്മൾ എന്താക്കിയാൽ മതി, ആയുധ് ഉള്ള അതിൻ്റെ സ്ഥാനം മഹല്ലിൽ അതിൻ്റെ റാബുകൾ നോക്കിയാൽ മതി. ചിലപ്പോൾ പറഞ്ഞു ചിലപ്പോൾ നസ്ബിൻ്റെ മഹല്ലിൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് മജറൂറൻ ബി അർഫിൻ ജുറ ബിഹിൽ മൗസൂലു, മൗസൂല ജുറ ചെയ്യപ്പെട്ട അർഫ് കൊണ്ട് മജറൂറായ രൂപത്തിൽ വരാമെന്ന് പറഞ്ഞു. അതുപോലെ മുലാഫിലായിട്ട് വരാമെന്ന് പറഞ്ഞു. മുലാഫ് ചിലപ്പോൾ ഇസ്മു ഫായിലായിരിക്കും, അത് ഹാലിനോ ഇസ്തിഖ്ബാലിനോ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സിലയുടെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആയതിന് നമുക്ക് കളയൽ ജായിസാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ തന്നെ 3/4 മണിക്കൂറായി ഏകദേശം. അപ്പോൾ നമുക്ക് പിന്നെ ഇനി ഒരൊറ്റ ചാപ്റ്ററിനും കൂടി ബാക്കിയുണ്ട്. അതെന്താണ്? സിമ്പിളാണ്. അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി. നമുക്ക് അതിലേക്കൊന്ന് വരാം, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിപ്പോൾ ഇത്ര ഉള്ളത്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും പറയണമല്ലോ എന്ന് എഴുതിയിട്ട് പറഞ്ഞു പോകുന്നതാണ്. അതിൽ വിഷയത്തിലുള്ളതിൻ്റെ കായികമെന്ന് വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി ഇസ്മുൻ ദഖലത്ത് അലഹി അൽ ഫാത്തു വ താരിഫ. ഈ മുഅറഫു ബിൽ അലിഫി വല്ലാമി എന്ന് പറഞ്ഞാൽ അല്ല് കിട്ടിയിട്ട് മാരിഫ ആയതെന്ന്. അത് ഒരു ഇസ്മാണ്. എങ്ങനത്തെ ഇസ്മാണ്? ദഖലത്ത് അലഹി അൽ അതിൽ പ്രവേശിച്ചു, ഫാത്തു താരിഫ, അപ്പം അതിനെന്തുണ്ടായി? താരിഫ് ലഭിച്ചു. നേരത്തെ പറഞ്ഞല്ലോ റജുലുൻ അർ റജുൽ. നമ്മളെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? ഡിഫിനിറ്റീവ് ആർട്ടിക്കിളും അല്ലെ ഇൻഡിഫിനിറ്റ് ആർട്ടിക്കിളും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഖുർആൻ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏതോ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്ന് ഉപയോഗിക്കുമ്പോൾ അറിയപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട ഒരു സംഗതി കിട്ടും. എലഫൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പരാമർശിക്കപ്പെട്ട ഒരു ആനയെക്കുറിച്ചാണ് പറയുന്നത് എന്നൊരു അർത്ഥം കിട്ടുമല്ലോ. അപ്പോൾ എന്നതുപോലെയാണ് അറബിയിൽ നമ്മളിപ്പോൾ കലമുൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു പേനയാണ്. പക്ഷേ അൽ കലം എന്ന് പറയുമ്പോൾ മുകളിൽ പറയപ്പെട്ടതോ അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് കിട്ടുന്നതോ ആയ ഒരു പേനയെക്കുറിച്ചായിരിക്കും ആ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അല്ല് ചേർക്കൽ കൊണ്ട് മാരിഫ ലഭിക്കും. അങ്ങനെയുള്ള പിന്നെ ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ മാരിഫയുടെ ഇനങ്ങളിൽപ്പെട്ട അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി എന്ന് പറയുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വായിച്ചു പോവുക. ബഹ്സിൽ പറയുന്നത് നോക്കൂ. തഖദ്ദമത് ലക ഫിൽ മദാരിസിൽ ഇബ്തിദായിയ ദിറാസ വാഫിയ അൽ മുഅറഫി ബി അലിഫ് കൊണ്ട് മാരിഫ ആയതിൻ്റെ വിശാലമായ പഠനം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. വനുരീദുഹുന നദ്കുറ ശൈഅൻ ജദീദൻ അൻ ഹാദിഹിൽ അദാത്തി വനഖൂൽ. ആ അദാത്തിനെ കുറിച്ചുള്ള പുതിയ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഇതാ തഅമ്മൽത അസ്മാ അൽ മുഹല്ലാത്ത് ബി അൽ ഫിൽ അംസലത്തി ത്വായിഫത്തുൽ ഊല, ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന കേട്ടോ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ
വജത്ത അന്ന കുല്ലം മിന്ന കാന നിക്കറത്തൻ ഫിൽ അസ്ലി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നിക്കറയാണെന്ന് കാണാൻ പറ്റും. കാരണം ഇവിടെ മുസാഫിർ എന്ന് കൊടുക്കാൻ പറ്റും. അതുപോലെ ഷജറത്തുൻ, കലമുൻ, ഇങ്ങനെയൊക്കെ അതിൻ്റെ അടിസ്ഥാനം നിക്കറയായിരിക്കും. വലമ്മ ദഖൽത്ത അൽ സ്വാറ മാരിഫത്ത്, അതിലൊക്കെ അല്ല് കടന്നപ്പോൾ അതൊക്കെ മാരിഫയായി. മുസാഫിറുൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു യാത്രക്കാരൻ, അവിടെ അൽ മുസാഫിർ എന്നാക്കുമ്പോൾ അത് മാരിഫയായി. ഷജറത്തുൻ ഏതോ ഒരു മരം, അവിടെ അൽ കൂട്ടി കൊടുക്കുമ്പോൾ ആ മരം അല്ലെങ്കിൽ ഈ മരം ഒരു അറിയപ്പെട്ട മരം അർത്ഥം കിട്ടും, മാരിഫയായി. കലം എന്ന് പറയുമ്പോൾ ഏതോ ഒരു നിക്കറയാണ്, പക്ഷെ അവിടെ അൽ വന്നപ്പോൾ എന്താ അതും എന്തായി മാരിഫയായി. ലിദാലിക്ക കാനത്ത് അൽ ഫി കുല്ലി മിന്ന മുഫിയത്തുല്ലി താരിഫ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഈ ഉദാഹരണത്തിലെ എല്ലാ അല്ലുകളും എന്താണ്, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, അൽ മുഅറഫു ബിൽ അലിഫി വല്ലാം, അലിഫ്ലാമ് കൊണ്ട് മാരിഫൈ ആയത് എന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ ഓൾറെഡി ആദ്യം എന്തായിരുന്നു, നിക്കറയാണ് ഉണ്ടായിരുന്നത്, പിന്നെ അല്ല് കടന്നപ്പോൾ മാരിഫൈ ആയതാണ്. ഇനി നോക്കൂ, ഇതാ താമത്തൽ അസ്മാൽ മുഅല്ലാത്ത ബി അൽ ഫിലം തിരുത്തി ത്വായിഫത്തൈനി ബാ ജീം. താഴെ കൊടുത്ത രണ്ട് ഉദാഹരണങ്ങളിലേക്ക് വരുമ്പോൾ ഈ ബായിലും ജീമിലും ഉള്ള രണ്ട് കാറ്റഗറിയിലുള്ള ഉദാഹരണത്തിൽ അവിടെയൊക്കെ അന്നാ കാനത്ത് മാരിഫിൻ ഖബല ദുഖൂൽ അലിഫി വല്ലാമി അലിയ, ഇവിടെ അലിഫ്ലാമ കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ പറയുന്നതൊക്കെ എന്താണ്, ഓൾറെഡി മാരിഫൈ ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ അല്ല് എടുക്കുന്നതുകൊണ്ട് പിന്നെ വേറെ മാരിഫൈ ആലുണ്ടാവില്ലല്ലോ. അതാണ് ലിഅന്നഹ ഇമ്മ അസ്മാഉൻ മൗസൂല, കാരണം ചിലപ്പോൾ അതൊക്കെ എന്തായിരിക്കാം, ഇസ്മൗസൂലുകളായിരിക്കാം. കാരണം ഇസ്മൗസൂല ഉണ്ടായാൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, മാരിഫൈ ആവാനുള്ള വേറൊരു കാരണമാണ് മൗസൂലകൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മാരിഫൈ ആവുക എന്ന് പറഞ്ഞ സംഭവം ആദ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സംഗതി ഇല്ലല്ലോ. ഉദാഹരണം പറഞ്ഞാൽ അല്ലദീന എന്നുള്ളിടത്ത് ഒരു അല്ലുണ്ട്, പക്ഷേ ആ അല്ല് അത് ഓൾറെഡി എന്താണ്, അത് മാരിഫൈ ആണ്, കാരണം അത് മൗസൂലാണ്. അതുപോലെ അല്ലാത്തി എന്നുള്ള അതൊക്കെ എന്താണ്, ഓൾറെഡി മാരിഫൈ ആണ്, കാരണം മൗസൂലകളാണല്ലോ. അപ്പോൾ ഓൾറെഡി മാരിഫൈ ആയ ഒരു സംഗതിയിൽ പിന്നെ അല്ല് കിടക്കൊണ്ട് പ്രത്യേകിച്ച് എന്തോ അർത്ഥം വരാനുണ്ടോ, ഇല്ല, അവിടെ ഈ പറഞ്ഞ സംഗതി ഇല്ല. അതുപോലെ വേറെ ഉദാഹരണമാണ് ഈ സംവഅൽ എന്ന് പറയുന്നത്, അതേ ഒരു പിന്നെ ഒരു ജൂ ആയിട്ടുള്ള ഒരു ജൂതനായ ഒരു പോയറ്റാണ് ജാഹിലിയ കാലഘട്ടത്തിൽ. അന്ന് വഫായിൻ്റെ വിഷയത്തിൽ, അഥവാ പറഞ്ഞ വാക്ക് കൃത്യമായിരിക്കും, ആ വാക്കുകൾ അയാൾ നടപ്പിലാക്കും. അങ്ങനത്തെ ഒരാളായിരുന്നു സംവഅൽ എന്ന് പറയുന്ന ആൾ. അതാണ് ആ ഉദാഹരണത്തിൽ തന്നെ പറയുന്നത്, ഇസ്താറ സംവഅലു ബി വഫാഇഹി, ഉണ്ട്, വഫാവ് കൊണ്ട് വളരെ പ്രസിദ്ധനായ ആളാണ്. അഥവാ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ പ്രസിദ്ധനാണ് ഈ സംവഅൽ എന്നാണ് ആ ഉദാഹരണത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അവിടെ ഒരു അല്ല് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഈ അല്ല് കൊണ്ട് ഒരിക്കലും നമ്മൾ എന്തുണ്ടാവില്ല, ഈ അല്ല് ചേർന്നത് കൊണ്ടല്ല സംവഅൽ എന്നുള്ള മാരിഫൈ ആയത്. മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി എന്താണ്, നേരത്തെ തന്നെ മാരിഫൈ ആയതാണ്. നേരത്തെ തന്നെ മാരിഫൈ ആയതിൽ പിന്നെ അല്ല് കടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉടനെ മാരിഫൈ ആകൽ എന്ന് പറയുന്ന സംഭവം, അല്ല് കടന്നുകൊണ്ട് മാരിഫൈ ആവുക എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ പിന്നെ ഈ അല്ല് എന്തിനാണ് കൊടുത്തുള്ളത്? അപ്പോൾ ഈ കൊടുത്ത അല്ലുകളൊക്കെ എന്താണ്, സായിദയാണ്. ഈ അല്ലൊക്കെ സായിദയാണ്, കാരണം ഇത് മാരിഫയുടെ അല്ലല്ല. ഈ താഴെ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ തന്നെ, അൽ ഹസൻ, അൽ ഹുസൈൻ, അൽ ഫضൽ എന്ന് പറഞ്ഞിടത്തൊക്കെ ഉള്ള അല്ല്, ഈ അല്ലൊക്കെ എന്താണ്, സായിദയാണ്. അഥവാ മാരിഫയെ ഫായിദ വെപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നെ മാരിഫ നൽകുന്ന അല്ലല്ല അർത്ഥം. ആദി സിയാത്തു ലാസിമത്തുൻ ഫി അസ്മായി ത്വായിഫത്തി ബ. പക്ഷേ ഇത് രണ്ടും നമ്മൾ രണ്ട് കാറ്റഗറി ആയി തിരിക്കാൻ വേറൊരു കാരണമുണ്ട്, ഈ ജീമിനെയും ബായിനെയും. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ബാ എന്ന് പറയുന്ന കാറ്റഗറിയിലൊക്കെ അല്ല് ചേർക്കുക എന്ന് പറയുന്നത് എന്താണ്, നിർബന്ധമാണ്. അതുപോലുള്ളതിലൊക്കെ ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്മു മൗസൂലുകൾ ഒരിക്കലും അല്ലദീന ഒഴിവാക്കിയിട്ട് അവിടെ അല്ല് ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാത്തി എന്നുള്ളിടത്തും അല്ല് ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൗസൂലുകളിലൊക്കെ ആ പറഞ്ഞ സംഭവം എന്താണ്, ഈ അല്ലദീനൊക്കെ പോലുള്ള മൗസൂലുകളിലൊക്കെ അല്ലുണ്ട്, അത് അല്ല് ഒഴിവാക്കാൻ പറ്റില്ല, അപ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ ഔ അലമിൻ ഉദിയ ഫി അവ്വലിൽ അംരി മുഖ്തറിനൻ ബിൽ അൽഫി വല്ലാമി, ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ അലമായിട്ട് അലിഫ്ലാമോടുകൂടി വെക്കപ്പെട്ട ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളിൽ ഇതിന് അല്ല് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇയാളെ പേര് സംവഅൽ എന്ന് പറയുന്നത് അലമിൽ തന്നെ അപ്രകാരം അങ്ങനെ കൊടുത്ത പേരാണ്. പിന്നെ അല്ലാതെ പിന്നീട് വരുന്ന അല്ലല്ലത്, ഓൾറെഡി പേര് വെക്കുമ്പോൾ തന്നെ ആ സംവഅൽ എന്ന അല്ല് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ അല്ല് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത് മാരിഫെ ഫായിദപ്പിക്കുന്നൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവില്ല. മാത്രമല്ല ആ അല്ല് ഒരിക്കലും കളയാൻ പറ്റൂല, അത് അവിടെ ഉണ്ടാവൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി ജീമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ജീമിൻ്റെ ഉദാഹരണം അങ്ങനെയല്ല കാണിക്കുന്നത്. കാരണം അവിടെയുള്ള അല്ലുകളൊക്കെ എന്താണ്, നിർബന്ധമല്ല, വേണമെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ നിലനിർത്തുകയും ചെയ്യാം. ഏതായാലും ഈ അല്ല എന്തിൻ്റെ അല്ലല്ല, മാരിഫൈ ആക്കുന്ന അല്ലല്ല മനസ്സിലാക്കിയാൽ മതി. കാരണം ചില പേരുകളിൽ വഹിയ മസ്മുഅത്തുൻ ഫിൽ അലാമിൽ മൻഖൂലത്തിൽ ദലാലത്തി അല അന്നൽ മാനൽ അസ്ലി ലിൽ അലമി മൽഹൂദുൻ ലിൽ മുത്തക്കല്ലിമി ഇൻദ നുത്ഖി. അതായത് ആ പറഞ്ഞത് ചില നമ്മൾ കേട്ടുപോരുന്ന ചില പേരുകൾ നമ്മളിങ്ങനെ കേട്ട് വരുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അറബികളിൽ നിന്ന് കേട്ട് വരുന്ന പിന്നെ മങ്കൂലായിട്ട് നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്ന ചില പേരുകൾ,
ആ പേരുകളിൽ തന്നെ ചിലപ്പോൾ അല്ലുണ്ടാവും. എന്ന് മാത്രമല്ല അവിടെ ഒരു അസ്ലിയായ ഒരു മാന അല്ല അന്നൽ മാനൽ അസ്ലിയലിൽ അലമി അലമിനിക്കുള്ള അസ്ലിയായ ഒരു മാന മൽഹൂദുൻ ലിൽ മുത്തക്കല്ലിമി ഇന്ദൻ നുത്ഖി, അത് മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ പരിഗണനീയമാണ് അത് സംസാരിക്കുന്ന സമയത്ത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ അസദ് എന്ന് പറയുന്ന വേർഡ്, അസദ് പറഞ്ഞാൽ എന്താ അർത്ഥം? ലയൺ, സിംഹം എന്നല്ല അർത്ഥം. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാറുള്ളത് ജീവികളുടെ കൂട്ടത്തിൽ ഒരു അലമായിട്ടാണ്. അഥവാ സാധാരണ സിംഹം എന്ന് പറയുന്ന ഒരു ഹിംസ്ര ജീവിയാണ്. ആ ഒരു പ്രത്യേക ഷേപ്പുള്ള ജീവിക്ക് നമ്മൾ വെക്കപ്പെട്ടൊരു അലമാണത്. അത് മനുഷ്യന്മാർക്ക് വെക്കൽ പതിവില്ല. ഒരാൾ എന്ത് ചെയ്തു, ഇതൊരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചു കൂട്ടിക്കൊള്ളി, എന്നിട്ട് നമ്മൾ എല്ലാം ചേർത്ത് അൽ അസദ് എന്ന് പ്രയോഗിച്ചാൽ എന്താ അർത്ഥം ഉണ്ടാവുക? അതിൻ്റെ ഉള്ളിലുള്ള ഒരു അസ്ലിയായൊരു മാനുണ്ട്. എന്താ ആ മാനയാണ് നമ്മൾ നേരത്തെ പറയാറില്ല, ഇപ്പോൾ നമ്മൾ സെയ്ദുൻ കാസദീൻ എന്നൊക്കെ പറഞ്ഞിടത്ത് പോലെയുള്ള ഇയാളൊരു ധീരനായ മനുഷ്യനാണെന്ന് അർത്ഥം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നമ്മളവിടെ എന്തുണ്ട്, അൽ അസദ് എന്ന് ഒരാളൊരു മനുഷ്യന് പേരിട്ട് കൊടുത്താൽ, അൽ അസദ് എന്ന് പേരിട്ട് കൊടുത്താൽ അവിടെ ഈ പറയുന്ന സംഭവമാണുള്ളത്. അവിടെയുള്ള അല്ലെന്താണ്, നമ്മൾ ആ അലം കേട്ട് വരുമ്പോൾ തന്നെ അതിൽ അല്ലുണ്ട്. അപ്പോൾ അവിടെ ഉള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആശയം, അഥവാ ഇയാൾ ആളൊരു ധീരനാണെന്ന് പറയുന്ന ആശയം മുത്തക്കല്ലിമു സംസാരിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകും എന്നേ ഉള്ളൂ. അഥവാ ഷജാഅത്ത് എന്ന് പറയുന്ന ഒരു അർത്ഥം അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം കേട്ടോ. സംഗതി വളരെ കൃത്യമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അവിടെ അൽ അസദ് എന്നുള്ളിടത്തുള്ള അല്ല എന്തല്ല, മാരിഫയാക്കുന്ന അല്ലല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മറിച്ച് ഇതേ സംഭവം തന്നെ ഏതിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ഹയവാനാത്തുകളിൽ അഥവാ ജീവികളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ അൽ അസദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാരിഫ ആയേക്കാം. പക്ഷേ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ അലമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ സാധാരണ നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ മൈസൂർ സിംഹം, ഇത് നമ്മൾ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ അതിൻ്റെ നേരെ അറബിയാണ് ഇപ്പോൾ അസദ് എന്ന് പറഞ്ഞ് അല്ലേ, അസദ് തന്നെ. അപ്പോൾ അവിടെ അൽ അസദ് എന്ന് ഒരാൾ വ്യക്തിക്ക് വെച്ച് കൊടുത്താലോ അവിടെ ഈ പറയുന്ന മാരിഫയാക്കുക എന്ന് പറയുന്ന അല്ല് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. പിന്നെ അതിൻ്റെ അടിയിൽ വേറെ വിഷയം കൂടി ഉണ്ട്. എന്താണ് പറയുന്നത് കാണാം. കായിദയിൽ പറയുന്നുണ്ട്, കത്തുസാദു അല്ല് ചിലപ്പോൾ സായിദിയാക്കപ്പെടും ഫി ബാദൽ അസ്മായി, ചില പേരുകളിൽ ഫലാ തുഫീ താരിഫ്, മാരിഫയെ ഫായിദപ്പിക്കില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സിയാത്തുഹ ഇമ്മ ലാസിമത്തുൻ, ഈ അല്ല് കൂട്ടൽ ചിലപ്പോൾ നിർബന്ധമാകും. ഖദ്ദാഖിലത്തുൽ അസ്മായിൽ മൗസൂലത്തി വൽ അലാമിൽ മൗദൂഅത്തി മിൻ അവ്വലി അംരിഹ മുഖ്തരിദൻ ബിൽ അലിഫ് വൽ ലാമി. ചിലപ്പോൾ ഇസ്മു മൗസൂലുകൾ പോലെ ഇസ്മു മൗസൂലുകളിൽ അല്ല് അടക്കൽ നിർബന്ധമാണ്. അതുപോലെ തുടക്കം മുതലേ നമ്മൾ അല്ല് കൊണ്ട് ചേർത്തിയിട്ട് വന്ന അലമുകളുണ്ട് അവിടെയും. അത് ചിലപ്പോൾ നിർബന്ധമല്ല. അല്ലാത്ത ഇതുപോലെ മങ്കൂലായി വന്ന ചില അലമുകളിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ അല്ല് കടന്നുകൂടിയിട്ടുണ്ടാവും. നിർബന്ധമല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ദലാലത്തി അല അന്നൽ മാനൽ അസുലി മൽഹൂദുൽ മുത്തക്കല്ലിമി, കാരണം അതിൻ്റെ അസുലിയായ മാന മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ അതെന്ത് ചെയ്യും, അതുണ്ടാകും പറയുന്ന സന്ദർഭത്തിൽ എന്നൊക്കെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി നോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം വേഗം, എന്നിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോട്ട്സുകളാണ് നമ്മൾ ഇതിൽ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ചാപ്റ്ററിൻ്റെ നോട്ട്സുകളാണ് ഇതിലുള്ളത്. നമ്മളതിന് കാര്യമായിട്ട് ചോദ്യമൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായി കാണുന്നില്ല. എന്നാലും വരാൻ പറ്റാവുന്ന ചില ചോദ്യങ്ങളും അതുപോലെ ഓൾറെഡി വന്നിട്ടുള്ള ചില ചോദ്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നോക്കൂ, ഇതിൽ നമ്മൾ അഹ്കാമുൽ ഇഷാറ, ഇസ്മു മൗസൂല, അതുപോലെ മുഅറഫ് ബിൽ അലിഫ് എല്ലാം, ഈ 3 ചാപ്റ്ററിൻ്റെ നോട്ട്സുകളാണ് ഇതിലുള്ളത് കേട്ടോ. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒന്ന് ഈ അസ്മാഉൽ ഇഷാറകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യമൊന്നുമല്ല, എന്നാലും നമുക്ക് നോക്കാം. അതുപോലെ ഇസ്മുൽ ഇഷാറ മുഷാറയിലയോട് മുത്താബിക്കാവുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണ് ആണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. 3ാമത്തേത് മാതാ താരിഫ് അൻ അയ്യി മിൻ അസ്മായിൽ മൗസൂലത്തി, അസ്മാൽ മൗസൂലിൽപ്പെട്ട അയ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം. അത് ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയ്യനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ ഒരു മൗസൂലയുടെ ശിലകൾ ഏതെല്ലാം രൂപത്തിലാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫീലിയ ജുംലയായിട്ടുണ്ടാവും, അസ്മിയ ജുംലയായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചോദ്യം 2022 ചോദിച്ചിട്ടുണ്ട്, നോക്കണം. അതുപോലെ മത്താ യജൂസു അസ്ഫുൽ ആയിദി മിന സുലത്തി, ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, എന്നാലും പ്രൊബബിളാണ്, ഒരു പക്ഷേ ചോദിച്ചേക്കാം. ശിലയിൽ നിന്ന് ആയിദിനെ കളയൽ എപ്പോഴാണ് ജായിസാവുക, അതാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ മൽ മുറാദു ബിൽ മുഅറഫി ബിൽ അൽഫി വല്ലാമി, മുഅറഫി എന്നുള്ളത്. അപ്പോൾ അലിഫ്ലാം കൊണ്ട് മാരിഫയാക്കപ്പെട്ടത് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മത തുസാദു അൽ ലാസിമത്തൻ ഫിൽ അസ്മായി ബിദൂൻ ഇഫാദി താരിഫി,
ഈ ഇസ്മുകളിൽ മാരിഫയെ ഫായതെത്തിക്കുന്നില്ല എങ്കിൽ പോലും അല്ല് കൊടുക്കൽ നിർബന്ധമാകുന്ന സാഹചര്യം അത് എപ്പോഴാണ്, അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ മത്താ തുസാദു അൽ ഫിൽ അസ്മായി ബിദൂൻ ഇഫാത്തിൻ വതകൂനു ഗൈറു ലാസിമ, അല്ല് ഇസ്മുകളിൽ എങ്ങനെയാണ് ചേർക്കാൻ പറ്റുക, അത് മാരിഫയെ ഫായതെപ്പിക്കുന്നില്ല, അതോടൊപ്പം അത് ലാസിമത്തുമല്ല, അത് ചേർക്കൽ നിർബന്ധമൊന്നുമില്ല, അങ്ങനത്തെ അല്ല ഇവിടെ ഉണ്ടാവുക. ഇവിടെ ബിദൂൻ ഇഫാത്ത് തരീഫി എന്നുണ്ട്, അത് വിട്ടുപോയതാണ്. പിന്നെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് അൽ മുഅറഫു ബിൽ അൽഫി അലാമി ഇസ്മുൻ ദഖലത്ത് അലഹി അൽ ഫാഫാത്തുഹു, അവിടെ എന്താ അല്ലേ അലിഫ്ല ഒരു ഇസ്മിനോട് കൂടെ നമ്മൾ അല്ല് കയറുന്ന സമയത്ത് അവിടെ എന്ത് ഫായദിപ്പിക്കും, എന്താ ഫായദിപ്പിക്കൽ, മാരിഫയെ ഫായദിപ്പിക്കും. അപ്പോൾ ആ താരീഫ് എന്ന് പറയുന്നതാണ് അവിടെ വിട്ട ഭാഗമുള്ളത്, അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. പിന്നെ എസ് എ ക്വസ്റ്റ്യനിൽ വന്ന ഒരു ചോദ്യം 2022 അസ്മാവുൽ മൗസൂലയെ സംബന്ധിച്ചും അതിൻ്റെ ഹക്കാമകൾ സംബന്ധിച്ചും വിവരിക്കാനാണ്. ഒന്ന് ഷോർട്ടായിട്ട് വിവരിക്കാനുണ്ടാവുള്ളൂ, നമ്മളതെല്ലാം താഴെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ആദ്യം അസ്മുൽ ഇഷാറയുടെ ലഫ്ദുകൾ ഏതൊക്കെയാണ്? കിതാബിൽ പറഞ്ഞ ചില ലഫ്ദുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ വാഹിദിന് വേണ്ടി ഉപയോഗിക്കും, ദി തി ദിഹി, ഇത് മുഴുവൻ വാഹിദത്ത് മുഅന്നസ് വാഹിദത്തിന് ഉപയോഗിക്കും. ദാനി ഉള്ളത് മുസന്നക്ക്, താനി ഇസ്നത്തൈന്, ഉലായി ജമ്മിന്, അഥവാ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഉലായി എന്നാണ് ഉപയോഗിക്കുക, നമ്മൾ ഓൾറെഡി വിശദീകരിച്ചതാണ്. പിന്നെ ഫീമ യുത്താബിഖ് ഇസ്മുൽ ഇഷാറത്തിൽ മുഷാറയിലൈ, മുഷാറയിലൈ എന്താണെന്ന് ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇസ്മുൽ ഇഷാറത്ത് മുഷാറയിലയോട് പിന്നെ യോജിക്കുന്ന തദ്കീർ, തൈനീസ്, ഇഫ്രാദ്, തെസ്നിയ, ജമ്മ് തുടങ്ങിയ വിഷയങ്ങളിലാണ്. കാരണം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ബുസ്താൻ എന്നായിരുന്നു നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ മുഷാറയിലെ ഈ ബുസ്താൻ എന്നായപ്പോൾ ബുസ്താൻ എന്നുള്ള മുദക്കറാണ്, മുഫ്രദാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഇസ്മുഷാറത്താണ് നമ്മളവിടെ കൊടുത്തത്, ദാലിക്ക എന്ന് പറയുന്ന സംഗതിയാണ് കൊടുത്തത്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ബുസ്താന തന്നെയാണ് മുഷാറയിലെ, അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ ദാലിക്ക എന്ന് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി മാതാ താരിഫ് വൻ അയ്യി മിനൽ അസ്മായിൽ മൗസൂല, 2023 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം എന്താണ്? അയ്യു മിനൽ അസ്മായിൽ മൗസൂലത്തി, മൗസൂലയുടെ സ്മോളിൽ പെട്ടതാണ്. ചിലപ്പോൾ എന്തായേക്കാം മുലാഫത്തിൻ ഇലാ മാരിഫത്തിൻ വൈറു മുലാഫത്തിൻ, ചിലപ്പോൾ മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാവാം, ചിലപ്പോൾ ഇലാഫത്ത് അല്ലാത്തതാവാം, ചിലപ്പോൾ മുഅറബത്താവാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു, കഴിഞ്ഞ ഭാഗത്ത് വിശദീകരിച്ചു. ഇനി ഒരു മൗസൂലയുടെ പിന്നെ ഇസ്മിലെ സില എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക? 2022 ചോദ്യമാണ്, ഒരു ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ഫീലിയായ ജുംലയാവാം, ചിലപ്പോൾ ഇസ്മിയായ ജുംലയാവാം, ചിലപ്പോൾ ലൊർഫാവാം, ചിലപ്പോൾ ജാർ മജ്റൂറാവാം. പിന്നെ മത്തായ ജൂസ് ഹസ്ഫുൽ ആയിദി മിന സിലത്തി, സിലയിൽ നിന്ന് ആയതിനെ കളയൽ എപ്പോഴാണ് ജായിസാവുക? നമ്മൾ പറഞ്ഞു ആമിൽ എന്താണെങ്കിൽ ഒരു ഫീലാണെങ്കിൽ അത് തന്നെ ഈ ആയത് വരുന്നത് ഒരു നെസ്ബിൻ്റെ മഹലിലാണെങ്കിൽ, ഒരു ഉദാഹരണമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ലെങ്കിൽ ആയത് വരുന്നത് മജ്റൂറം ബി അർഫിൻ ജുറ ബിഹി അൽ മൗസൂലു എന്നിട്ടുള്ളത്, പിന്നെ മജ്റൂറായിട്ട് വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മുലാഫിലയായിട്ട് വരിക, മുലാഫ് ഇസ്മുഫായിലാവുക, അത് ഹാലിനോ ഇസ്തിഖ്ബാലിനോ വേണ്ടി വരിക. അല്ലെങ്കിൽ ഒരു സിലയുടെ സ്റ്റാർട്ടിങ്ങിൽ അയ്യ് പോലെയുള്ള ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സംഗതിയാവുക. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആയതിനെ വേണമെങ്കിൽ കളയൽ ജായിസാകും. ഉദാഹരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അലിഫ്ലാം കൊണ്ട് മാരിഫയാക്കപ്പെട്ടത്, അഥവാ അൽ മുഅറഫു ബിൽ അലിഫി വല്ലാം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അഥവാ ഏതൊരു ഇസ്മും അതിൽ അല്ല് കടക്കുമ്പോൾ അത് താരീഫിനെ ഫായിദപ്പിക്കും, അങ്ങനെയുള്ളതിനാണ് നമ്മൾ മുഅറഫ് ബിൽ അലിഫി വല്ലാം എന്ന് പറയാം. അതായത് എല്ലായിടത്തും അല്ല് കാണുന്നതെല്ലാം മാരിഫ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ വിശദീകരിച്ചല്ലോ, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ അല്ല് ലാസിമായി എപ്പോഴും വരേണ്ട സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ അത് പിന്നെ ഓൾറെഡി നേരത്തെ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ട് മാരിഫ ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചാൽ മുഅറഫ് ബിൽ അലിഫി എല്ലാം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ലാസിമത്തായിട്ട് മാരിഫയെ ഫായിദപ്പിക്കുന്നില്ലെങ്കിൽ കൂടി ഇസ്മുകളിൽ ലാസിമായിട്ട് അല്ല് സായിദാക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു ചില പേരുകളിൽ അല്ല് വരുന്നിടത്ത് തന്നെ എന്താക്കുന്നില്ല, അത് മാരിഫയെ ഫായിദപ്പിക്കുന്നില്ല. അപ്പോൾ അതിനെ സിയാദത്ത് ചെയ്യുന്നത് ചിലപ്പോൾ നിർബന്ധമാകും. ഉദാഹരണം ഏതുപോലെ ദാഖിലത്തി അൽ അസ്മായിൽ മൗസൂലത്തി വല്ല അലാമിൽ മൗദൂഅത്തി മിൻ അവലി അംരിഹ മുഖ്തരിദ് മിലിഫില്ല. നമ്മൾ സംഭവലിൻ്റെ ഉദാഹരണം പറഞ്ഞു അല്ലേ? ഓൾറെഡി അദ്ദേഹത്തിന് ആ പേര് പിന്നെ വെക്കപ്പെട്ടത് തന്നെ, അഥവാ അവരുടെ വാപ്പ അങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ അല്ല് കൂട്ടിയിട്ട് വെച്ചതാണ്. അങ്ങനെയുള്ളടത്ത് പിന്നെ ഈ പറയുന്ന മാരിഫയുടെ അലിഫ്ലാമിൻ്റെ അർത്ഥം അവിടെ കിട്ടൂല അർത്ഥം. പിന്നെ മത തുസാദു അൽ ഫിൽ അസ്മായി ബിദൂൻ ഇഫാദ് തൈരീഫി ഒത്തക്കൂൻ ഓയർ ലാസിമ, എപ്പോഴാണ് ഇതേപ്രകാരം തൈരീഫ് വായിദപ്പിക്കുന്നില്ലെങ്കിൽ കൂടി അസ്മാവുകളിൽ അല്ല് സായിദാക്കപ്പെടുക, അത് തന്നെ ആ അല്ല് സായിദാക്കൽ നിർബന്ധമല്ലാത്തതാവുക, അതെപ്പോഴാണ്? അത് നമ്മൾ പറഞ്ഞു ബിദൂൻ ഇഫാദ് തൈരീഫി ഒത്തക്കൂൻ ഓയർ ലാസിമ കദാഖിലത്തി അല അലാമിൽ മൻകൂലത്തി ദലാലത്തി അല അന്നൽ മഅൽ അസ്ലി മൽഹൂദുൻ ലിൽ മുത്തകല്ലിമി.
നമ്മൾ പറഞ്ഞു ചില മങ്കൂലായി വന്ന ചില അലമുകളിൽ അപ്രകാരം ഉണ്ടാവാം. അവിടെ ഈ പറയുന്ന രൂപത്തിൽ പിന്നെ അലിഫ്ലാം മാരിഫയെ ഫായതിപ്പിക്കൂല, എന്നാൽ പോലും അവിടെ അല്ല് ചേർക്കൽ നിർബന്ധമൊന്നുമല്ല, വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ ചർച്ച ചെയ്യാനുള്ള താരീഫിനകത്ത് നമ്മൾ പറഞ്ഞു. എസ്സേ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത് ആദ്യം നമ്മളവിടെ എന്ത് ചെയ്യണം, ഇത് നമുക്കതിൽ കുറേ അഹ്കാമുകളൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇസ്മു മൗസൂല എന്താണെന്ന് ആദ്യം കൊടുക്കണം. അതാണ് ഇവിടെ കൊടുത്തത്. ഇസ്മുൻ യുസ്തഖ്ദമുൽ റബ്തി ബൈന ജുംലത്തീൻ, രണ്ട് ജുംലകൾക്ക് ബൈന ജുംലത്തൈനി ആയിക്കോട്ടെ കേട്ടോ. ഔ ഇബാറത്തുൻ അങ്ങനല്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ജുംലത്തിൻ മതി. ബൈന ജുംലത്തിൻ ഔ ഇബാറത്തിൻ ജുംലത്തിൻ നുഖ്റ തുക്കമ്മിലു മഅനഹ. അതാണ്, ഇത് ഒരു ഇസ്മാണ്. മൗസൂല എന്നൊരു ഇസ്മാണ്. അല്ലദിയൊക്കെ പോലെയുള്ള യുസ്തഖ്ദം, അത് ഉപയോഗിക്കപ്പെടുന്നത് ലിറബ്തി ബന്ധിപ്പിക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കൂട്ടിയിണക്കാൻ. ബൈന ജുംലത്തിൻ, ഒരു ജുംലയുടെയും ഔ ഇബാറത്തിൻ, അല്ലെങ്കിൽ ഒരു ഇബാറത്തിൻ്റെയും ജുംലത്തിൻ നുഖ്റ, മറ്റൊരു ജുംലയുടെയും ഇടയിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഇസ്മാണ്. തുക്കമ്മിലു മഅനഹ, അത് ചേരുമ്പോഴാണ് അർത്ഥം പൂർത്തിയാവുന്നത്. അപ്പോൾ ഇസ്മു മൗസൂലിൻ്റെ താരീഫാണ് കൊടുത്തത്, അത് എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക. പിന്നെ നേരത്തെ കിതാബിൽ പറഞ്ഞ അസ്മാഉൽ ഇശാറയുടെ അൽഫാദുകൾ നമ്മൾ ഓരോന്ന് ഇതുവരെ വിശദീകരിച്ചു, അത് തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യുക, മിൻ അൽഫാദ് അയ്യൻ അയ്യ് അതിൻ്റെ ലഫ്ളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അയ്യിൻ്റെ സംബന്ധിച്ച് അയ്യ് മുലാഫായിട്ട് വരുന്നതും മുലാഫ് അല്ലാതെ വരുന്ന പിന്നെ മാരിഫയിലേക്ക് ഇലാഫത്തപ്പെട്ടതായി വരുന്നു ഒക്കെ കാര്യങ്ങൾ അതിൽ ചേർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു സിലയുടെ മൗസൂല ചിലപ്പോൾ ഫീൽ ചെയ്യാ ജുംലയാകും എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ, സാഫർ അല്ലദാനി അഖാമ ഫി മൻസിലി, ഇസ്മിയായി വരുന്ന ഉദാഹരണം ഹദർ അല്ലദീന ഹും അഖാരിബി. അങ്ങനെ ഉദാഹരണങ്ങൾ സഹിതം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് ആയതിന് കളയൽ ജായിസാവുന്ന എപ്പോഴാണ്, കളയാൻ പാടില്ലാത്ത എപ്പോഴാണ് എന്നുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ എസ്സേ പൂർത്തിയായി. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിലായി ചർച്ച ചെയ്തതായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നോട്ട്സിന് ഡീറ്റെയിലായി പറയാത്തത്. എന്തെങ്കിലും വിഷയത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പേര് ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ പ്രത്യേകമായി അറിയിക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ പിന്നെ ഈ ക്ലാസ്സിൽ തേർഡ് സെമ്മിൽ പിന്നെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ നിങ്ങളവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.